MSc കഴിഞ്ഞ ഉടനെ തന്നെ പല പല അപേക്ഷകൾ അയച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ISRO അല്ലെങ്കിൽ അപ്പൊ അവിടെ നിന്നൊക്കെ റിജക്ഷൻ അത് നാച്ചുറലി, കാരണം ഞാൻ അത്രയൊന്നും ഇല്ലാന്ന്. ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റില്ല. ഒരു വർക്ക്ഷോപ്പ്, അതായത് വെറും 400 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള ഒരു ഓഡിറ്റർ ഷെഡായിരുന്നു. അത്ര കമ്പളൊന്നും അല്ല കേട്ടോ. എവരി ഇയർ ഒരു മിനിമം 30% 40% ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഈ ഗാർഡന്റെ സക്സസ് പ്രോഡക്റ്റ് നല്ലതായിരുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിലെ മിനിസ്റ്റർ പറയുന്ന അടുത്തൊന്ന് വെള്ളം തൊട്ട് എല്ലാം ഞങ്ങൾ ശരിയാക്കും, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല. വായിക്കുന്നവർക്ക് സുഖമാണ് കേൾക്കാൻ, നമ്മുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യാം. പക്ഷെ നേരെ സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ വണ്ടർല തുടങ്ങിയ സമയത്തും ചെറിയ റിസലുകളൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിൽ അത് ഒരു പതിവാണല്ലോ. മിനിമം ഒരു 20 കോടി ഇല്ലാതെ അന്നത്തെ കാലത്ത് 2000-ല് സാധിക്കില്ലായിരുന്നു. എന്തിനാണ് V-Guard IPO ചെയ്യാൻ തീരുമാനിച്ചത്? എന്തായിരുന്നു അതിന്റെ റീസൺ? എന്തായിരുന്നു ഷെയർ പ്ലെഡ്ജ് ചെയ്തിട്ട് ലോണിനെ പറ്റി ചിന്തിക്കാതെ വിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 6 വർഷം വിറ്റ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ അതൊരു 500 കോടിയുടെ മേലെ ഇന്ന് വാല്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ യങ്സ്റ്റേഴ്സിനോട് പറയാനാണെങ്കിൽ ബിസിനസ് ആണോ ജോബാണോ എന്തായിരിക്കും? ഓക്കെ, എൻ്റെ അടുത്ത് 10 കോടി രൂപ സർപ്ലസ് ഉണ്ട്. അത് ഞാൻ എവിടെ ഇട്ടാലായിരിക്കും അത് 15 കോടിയാക്കാൻ പറ്റുക? ഞാനങ്ങനെ ചിന്തിക്കാറേ ഇല്ല. എനിക്കതിൻ്റെ അതിനകത്ത് എനിക്കൊരു ത്രില്ല് തോന്നുന്നുമില്ല. ഒരു സാധാരണക്കാരന് ശരിക്കും പക്ഷെ ചിന്തിക്കേണ്ടതില്ലേ? ഇന്ന് അതിശക്തം പോഡ്കാസ്റ്റിൽ നമ്മുടെ കൂടെ ഉള്ളത് V-Guard, വണ്ടർല, V-Star, V-Guard ഹോംസ് എന്നിങ്ങനെ മലയാളികൾക്ക് അഭിമാനമായ ബ്രാൻഡുകൾ നൽകിയ കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി സാറാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഏതൊരു വീട്ടിൽ പോയാലും ഫ്രിഡ്ജിനോട് ചേർന്നിട്ടൊരു സ്റ്റെബിലൈസർ ഉണ്ടായിരിക്കും. നിങ്ങളും കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഏതൊരു സ്റ്റെബിലൈസർ നോക്കിയാലും അത് V-Guard തന്നെയായിരുന്നു അല്ലേ? അതുപോലൊരു ബ്രാൻഡും അതുപോലൊരു ഫൗണ്ടറുമാണ് ഇത് നമ്മുടെ കൂടെ ഉള്ളത്. ശരിക്കും ഒരു സിമന്റ് തറയിട്ട ഷെഡിൽ നിന്നാണ് ഈ സ്റ്റെബിലൈസർ അദ്ദേഹം ഉണ്ടാക്കി തുടങ്ങിയത്. അവിടെ നിന്ന് വളർന്ന് ചിറ്റിലപ്പള്ളി സർ പടുത്തുയർത്തിയ സാമ്രാജ്യം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ശരിക്കും ഇന്ന് V-Guardന്റെ മാത്രം മൂല്യം നോക്കുകയാണെങ്കിൽ അത് 17,000 കോടി രൂപയാണ്. വണ്ടർലയുടെ വേറെ 4,200 കോടി രൂപയുണ്ട്. ശരിക്കും ഒരു വർഷത്തിൽ ഇവരുടെ ഗ്രൂപ്പ് കമ്പനീസ് നോക്കിയാൽ 6,000 കോടി രൂപയിൽ പരം റവന്യൂ, 500 കോടി രൂപയിൽ പരം പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് കേരള മണ്ണിൽ ജീവിച്ച് നടന്ന് മരിച്ച എല്ലാവരും നോക്കിയാൽ 10 പേർക്ക് പോലും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്താണ് ശരിക്കും ചിറ്റിലപ്പള്ളി സർ ഇരിക്കുന്നത്. ശരിക്കും ഇത്രയൊക്കെ ആണെങ്കിലും 13 വർഷങ്ങൾക്ക് മുമ്പ് 2012 തന്നെ അദ്ദേഹം V-Guardന്റെയും വണ്ടർലയുടെയും എല്ലാം ആക്റ്റീവ് കമ്പനി ഡ്യൂട്ടീസിൽ നിന്ന് വിരമിച്ചു. അതായത് റിട്ടയർ ചെയ്തു. ഇപ്പോൾ മക്കളാണ് ഈ കമ്പനീസ് നോക്കുന്നതും വളർത്തുന്നതും കാര്യങ്ങളെല്ലാം റണ്ണ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും അദ്ദേഹത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ വളരെ രസകരമാണ്. റിട്ടയർമെന്റ് എന്നൊക്കെ പറയുന്നത് പേരിൽ മാത്രമേ ഉള്ളൂ. ഇന്നും വളരെ ആക്റ്റീവായ ഒരു ഓൺട്രപ്രണർ തന്നെയാണ് അദ്ദേഹം. V-Guard ഹോംസിലൂടെ അടുത്ത കമ്പനി എങ്ങനെ വളർത്താമെന്ന് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനിലൂടെ നാട്ടുകാർക്ക്, സൊസൈറ്റിക്ക് എങ്ങനെ ഗിവ് ബാക്ക് ചെയ്യാം എന്നുള്ളത് ആക്റ്റീവ്ലി പുള്ളി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഒരു കോൺവെർസേഷൻ നിയർലി 2 മണിക്കൂറാണ് നീണ്ടു നിന്നത്. ഈ ഒരു കോൺവെർസേഷനിലൂടെ കുറേയൊക്കെ കാര്യങ്ങൾ പഠിക്കാനും പറ്റി. തുടങ്ങിയത് V-Guardന്റെ കഥ സംസാരിച്ചുകൊണ്ടാണ്. അതിൽ നിന്ന് പഠിക്കാൻ കുറെ പ്രാക്ടിക്കൽ ടിപ്സ് കിട്ടി. ബ്രാൻഡ് ബിൽഡിംഗ്, മാർക്കറ്റിംഗ്, ഹയറിംഗ്, ഒരു ബിസിനസ്സുകാരന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കിൽസ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കവർ ചെയ്തിട്ടുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ച സീരീസിൽ ഫണ്ടമെന്റൽ അനാലിസിസിന്റെ ലേണിംഗ് വീഡിയോസിൽ നമ്മൾ V-Guardന്റെ ആനുവൽ റിപ്പോർട്ട് വെച്ചാണ് പഠിച്ചത്. ഓർമ്മയില്ലേ? അതേ V-Guardന്റെ ഫൗണ്ടറുമായി നേരിട്ടിരുന്ന് അവരുടെ IPO പറ്റിയും അവരുടെ സ്ട്രാറ്റജീസിനെ പറ്റിയും IPO നടന്നപ്പോൾ നടന്ന കുറെ രസകരമായ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാൻ പറ്റി എന്നുള്ളത് ശരിക്കും എനിക്ക് വളരെ വളരെ സന്തോഷം തരുന്ന ഒരു അതിശക്തമായിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയാണ്. ആ ചർച്ചകൾക്ക് ശേഷം പിന്നെ എന്തിനാണ് അദ്ദേഹം വണ്ടർല തുടങ്ങിയത് എന്നതിലേക്ക് പോയി. അതിലൂടെ ശരിക്കും ഒരു ബിസിനസ്സുകാരൻ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിക്കാൻ സാധിച്ചു. പിന്നെ റിട്ടയർമെന്റും നെക്സ്റ്റ് പ്ലാൻസും കുറച്ച് ഫിലോസഫിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിർത്തി. ശരിക്കും അതിശക്തം പോഡ്കാസ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതും ഇങ്ങനത്തെ ചർച്ചകൾ തന്നെയാണ്. റോ കോൺവെർസേഷൻസ് വിത്ത് എക്സെപ്ഷണൽ ഇൻഡിവിജ്വൽസ്. ഇതിലൂടെ നിങ്ങളെ എക്സലൻസ് ആൻഡ് ലോജിക്കൽ തിങ്കിങ്ങിലേക്ക് ഗൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എന്റെ ലക്ഷ്യം. ഞാൻ ഇരുന്ന പോലെ ഒരു നോട്ട് പാഡും പെന്നുമായി ഒരു സ്റ്റുഡന്റിനെ പോലെ നിങ്ങളും ഈ എപ്പിസോഡ് കാണുമെന്നും വാല്യൂസ് ഡിറൈവ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഐ എം ഷുവർ ഈ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ അത് അതിശക്തമായിരിക്കും, അടിപൊളിയായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എല്ലാവരും എപ്പോഴത്തെ പോലെയും ഈ പോഡ്കാസ്റ്റ് മുഴുവനായും ശ്രദ്ധിച്ച് തന്നെ കാണുക. ഇതെല്ലാം തന്നെ മനസ്സിലാക്കാനായിട്ട് ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു അതിശക്തം പോഡ്കാസ്റ്റ് നമ്പർ 3 വിത്ത് ശ്രീ കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി.
അപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം നമ്മൾ ഏതൊരു കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, വി-ഗാർഡ് 27ാമത്തെ വയസ്സിലാണ് തുടങ്ങുന്നത്, 1977. അതിനു മുൻപുള്ള ജീവിതം എന്തായിരുന്നു ചെറുപ്പകാലത്ത് ബിസിനസ് തുടങ്ങാനുണ്ടായ പ്രേരണ എന്തായിരുന്നു? ഇല്ല, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴോ ഒരിക്കലും ഒരു ബിസിനസ്സുകാരനാവുമെന്ന് വിചാരിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. എൻ്റെ പ്രതീക്ഷ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം മുഴുവനും ഒരു സയൻറ്റിസ്റ്റ് ആവാനായിട്ടായിരുന്നു. നാട്ടിൻപുറത്ത് ജനിക്കുന്നു, അവിടുത്തെ പള്ളി സ്കൂളിൽ പഠിക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ തൃശ്ശൂരും ഇരിഞ്ഞാലക്കുട സെൻറ് തോമസ് ക്രൈസ്റ്റ് അവിടെയൊക്കെ പഠിക്കുന്നു, പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നു. അപ്പോൾ ഫിസിക്സിൽ ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ആ സബ്ജക്റ്റ് തന്നെ മെയിനായിട്ട് എടുത്തു, അതിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ആഗ്രഹം മുന്നേ ഏതെങ്കിലും നല്ലൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി കിട്ടുമായിരുന്നെങ്കിൽ വി-ഗാർഡ് ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ ജോലികൾക്ക് ശ്രമിച്ചിരുന്നോ? തീർച്ചയായിട്ടും. ഞാൻ MSc കഴിഞ്ഞ ഉടനെ തന്നെ പല അപേക്ഷകൾ അയച്ചിട്ടുണ്ട്. നോട്ട് ഈവൻ MSc ഫിനിഷ് ചെയ്യുന്നേക്കാളും മുമ്പ് തന്നെ പല അപേക്ഷകൾ അയച്ചിട്ട് നോക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ISRO അല്ലെങ്കിൽ അപ്പോൾ അവിടെ നിന്നൊക്കെ റിജക്ഷൻ അത് നാച്ചുറലി, കാരണം ഞാൻ അത്രയൊന്നും ഇല്ലാന്ന്. കാരണം നമുക്ക് ആഗ്രഹം ഉണ്ടായാൽ പോരല്ലോ. ഞാനൊരു എബവ് ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒരു സ്റ്റേജിലും ഓരോ സമയത്തും ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഒരിക്കലും ആയിട്ടില്ല. പക്ഷേ എബവ് ആവറേജ് ആണ്. അപ്പം അങ്ങനത്തെ ഒരു പോക്ക് സ്കൂളിലും കോളേജിലും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. ജോലിയിലേക്ക് പോകണം, റിസർച്ചിലേക്ക് പോകണം എന്നുള്ള ആസ്പിറേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിനുശേഷം ആദ്യം വേറൊരു ജോലി ചെയ്തിരുന്നല്ലോ, അപ്പോൾ ആ ജോലിയിലേക്ക് എങ്ങനെയാണ്? അപ്പോൾ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MSc കഴിഞ്ഞ ഉടനെ എനിക്ക് ചെറിയൊരു ജോലി കിട്ടി. ഇപ്പം നാട്ടിൽ ഇങ്ങനെ ജോലിയില്ലാതെ നിൽക്കാന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ വലിയ സങ്കടമാണ്. അയ്യോ മോനെ ജോലിയൊന്നും ആയില്ലേ എന്നുള്ളൊരു സഹതാപം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്നൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യത കൂടുതലല്ലേ ചെറുപ്പക്കാർക്ക്. അപ്പോൾ കിട്ടിയ ജോലിക്ക് പോയി. അപ്പോൾ അത് ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് അത് എന്ത് കമ്പനി ആയിരുന്നു? അത് ഇപ്പം ആ കമ്പനി ഇല്ല, പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ചെറിയ കമ്പനിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു സൂപ്പർവൈസറി പോസ്റ്റ് ആയിരുന്നു. ഞാൻ ഏകദേശം 3 കൊല്ലത്തോളം അവിടെ വർക്ക് ചെയ്തു. ഒരു അഡ്വാൻറ്റേജ് കിട്ടിയത് അവർ പതുക്കെ എന്നെ പ്രൊമോട്ട് ചെയ്ത് അവരുടെ R&D ഡിവിഷനിലേക്ക്, അവരെ കൊച്ചി R&D ഡിവിഷനിലേക്ക് എന്നെ മാറ്റി. എന്ത് പ്രൊഡക്ട്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? പല ഐറ്റംസ് ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള ബാറ്ററി ചാർജറുകൾ, പിന്നെ ഇൻക്ലൂഡിങ് സ്റ്റെബിലൈസർ ഒരു ഐറ്റം ആയിരുന്നു. അവർ അതിൽ അവർ വലിയ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല. അപ്പോൾ 3 വർഷം എന്ന് പറയുമ്പോൾ 24 വയസ്സ് മുതൽ 27 വയസ്സ് വരെ അവിടെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്തതിന് ശേഷമാണ് വി-ഗാർഡ് തുടങ്ങാൻ ഇടയായത്. അപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു? അപ്പോൾ അങ്ങനെ കോളേജിൽ നന്നായി പെർഫോം ചെയ്തു, മോശമല്ലാതെ പെർഫോം ചെയ്തു, അതിനുശേഷം ജോലിയിലേക്ക് പോയി. പിന്നെ ബിസിനസ് തുടങ്ങുക എന്നുള്ളത് എങ്ങനെയാണ് സംഭവിച്ചത്? ആ ഒരു തോട്ട് വന്നത്? ഇങ്ങനെ 3 കൊല്ലമായിട്ടും ആ സ്ഥാപനത്തിന് പുരോഗതി ഇല്ലാന്ന് മാത്രമല്ല, ചെറിയൊരു പുറകോട്ട് ഉണ്ടാവുമെന്ന് എനിക്കൊരു തോന്നല്. പുറകോട്ട് ഉണ്ടായിരുന്നു സാമ്പത്തികമായിട്ടും ബാക്കി ഒക്കെ. അപ്പോൾ എൻ്റെ ഭാവി ഒരു ചോദ്യചിഹ്നമായി. വേറെ ജോലി കിട്ടുന്നില്ല, എങ്ങനെയും ചാടാനായിട്ട് കിട്ടുന്നില്ല. പണ്ടൊക്കെ ജോലി കിട്ടാൻ വലിയ വിഷമമായിരുന്നു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇത്ര ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ ബെറ്ററായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു അന്ധമായ വിശ്വാസത്തിൽ നിന്ന് തുടങ്ങിയത്. അല്ലാതെ ഞാനൊരു MBA പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ പലരും ചോദിക്കും ഇതിന് പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇല്ല, ഒന്നുമില്ല. അതായത് ഒരു മനക്കണക്കെന്ന് പറയില്ലേ, അതായിരുന്നു. അതായത് അപ്പോൾ അവിടെ വർക്ക് ചെയ്തപ്പോൾ കണ്ട് മനസ്സിലാക്കി, അപ്പോൾ ആ ഇൻഡസ്ട്രിയെ പറ്റി കുറച്ച് മനസ്സിലാക്കിയപ്പോൾ അതിൽ സ്വയം ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് വരികയും അതിൽ നിന്ന് അത്യാവശ്യം മോശമല്ലാതെ ഒരു റവന്യൂ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഉപജീവന മാർഗം ഉണ്ടാക്കാം എന്നുള്ള തോട്ടിൽ നിന്നാണ്. അന്നത്തെ എൻ്റെ ലക്ഷ്യം വീണ്ടും, അതായത് എനിക്കന്നൊരു 850 രൂപ ശമ്പളമായിരുന്നു, 850. അപ്പോൾ നിങ്ങൾ കളിയാക്കുക, 850. പക്ഷേ ആ 850 രൂപ കൊടുത്താൽ അന്ന് 2 പവൻ കിട്ടും. 2 പവൻ എന്താ വില? 2 ലക്ഷത്തിന് അടുപ്പിച്ച് 1,10,000 വരും. അപ്പോൾ അതാണ്. അപ്പോൾ അതിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് പറഞ്ഞ മാതിരി 19 സ്റ്റെബിലൈസർ ഉണ്ടാക്കി വിറ്റാൽ കിട്ടും എന്നുള്ള. ഞാൻ ബാച്ചിലറാണ്, കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളൊരു എടുത്തുചാട്ടം. ഇല്ല, പലപ്പോഴും പറയും നമ്മള് ബിസിനസ്സുകൾ തുടങ്ങുക, നമ്മൾ ഈ എടുത്തുചാട്ടങ്ങളിൽ നിന്നും നമ്മൾ അത്ര ബുദ്ധിപരമായി ചിന്തിച്ച് അളന്നു മുറിച്ചിരുന്നാൽ ചിലപ്പോൾ ബിസിനസ്സുകൾ തുടങ്ങാതെ പോയേക്കാം. പ്രശ്നങ്ങളായിരിക്കും കാണുക. പണ്ടത്തെ ആൾക്കാർ പറയും, ഒന്ന് വർമ്മം നോക്കിയാല് പശുവിന് തല്ലാൻ സ്ഥലം കാണില്ല, കാരണം എല്ലായിടത്തും വർമ്മ ഉണ്ട്.
അതെ. അപ്പോൾ എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു, അപ്പോൾ ബിസിനസ് തുടങ്ങാൻ എന്ത് തരത്തിലുള്ള മോട്ടിവേഷൻ ആയിരുന്നു? പക്ഷെ അത് വളരെ ക്ലിയർ ആയി വന്നത് ആ ഒരു റാഷണൽ ആയിട്ട് ചെയ്യണം എന്ന് തോന്നി ചെയ്തു എന്നുള്ളതാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ പിന്നീട് നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിഗാർഡ് മാത്രമല്ല, പിന്നീട് തൊട്ട ബിസിനസ്സുകളെല്ലാം 100 കോടിയിൽ പരം റവന്യൂവിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ ചിന്തിച്ചാലും കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു വിഷയമാണ്. അതായത് ഇത് ബിസിനസ് സ്കൂളിൽ പോയി പറഞ്ഞാലോ, ഇതൊരു വലിയ മാനേജ്മെന്റ് കൺസൾട്ടന്റിന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് നിങ്ങളൊരു ബിസിനസ് തുടങ്ങി 100 കോടി റവന്യൂയിലേക്ക് എത്താന്ന് പറഞ്ഞാൽ ഒരിക്കലും ആർക്കും ഈസിലി കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അപ്പോൾ അവിടെയാണ് സാറ് തുടങ്ങിയതെല്ലാം 100 കോടി, പലതും 100 കോടി എന്നുള്ളത് ഞാൻ മിനിമം മാർക്ക് വെച്ചതാണ്. 500-1000 കോടികളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സംഭവിച്ചതിൽ ചെറുപ്പകാലത്തിലോ അപ്ബ്രിങ്ങിങ്ങിലോ അല്ലെങ്കിൽ ചെറുപ്പകാലത്തിൽ ചിന്തിച്ചതിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടായി എന്ന് തോന്നിയിട്ടുണ്ടോ? അത് തിരിച്ച് ആലോചിക്കുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും എൻ്റെ വിജയത്തിന് കാരണം എന്ന് ചിന്തിക്കുമ്പോൾ ചില ഫാക്ടേഴ്സ്, അതായത് എൻ്റെ അപ്ബ്രിങ്ങിങ്, അതായത് ജനിച്ചു വളർന്നപ്പോൾ പ്രത്യേകിച്ച് പേരൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ശിക്ഷണം, അതായത് കൃത്യനിഷ്ഠ, പിന്നെ അച്ചടക്കം, ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി കോൺഷ്യസ്നെസ്, ഇൻ്റഗ്രിറ്റി, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ എല്ലാവർക്കും ഉണ്ട്. എന്നാലും അതിലൊക്കെ കുറച്ച് ഒരു പടി ഞാൻ മുന്നില്ല, അത് പലർക്കും ദഹിക്കില്ല. അപ്പൊ അത് ബിസിനസ് തുടങ്ങുമ്പോഴേ അത് ആദ്യം മുതലേ ഈ ക്വാളിറ്റീസ് എല്ലാം ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളായിരുന്നു. അപ്പോൾ ബിസിനസ് തുടങ്ങുമ്പോൾ എനിക്ക് വേറെ കുറച്ച് ചോദിക്കണം എന്നുണ്ടായിരുന്നു. അത് തുടങ്ങുന്നതിന് മുൻപുള്ളപ്പോൾ എത്രമാത്രം പ്ലാൻ ചെയ്തിരുന്നു, എത്രമാത്രം ക്ലിയർലി പ്ലാൻഡ് ഔട്ട് ജേർണി ആയിരുന്നു? പക്ഷെ അത് ഓൾറെഡി ഉത്തരം കിട്ടി, അങ്ങനെയൊന്നും ആയിരുന്നില്ല അതിങ്ങനെ. പക്ഷെ ഇതിനാണ്, അതായത് ഇത് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എൻ്റെ കോമ്പണൻസിന് ഇത്ര രൂപ ചിലവ് വരും, അസംബിൾ ചെയ്യാനായിട്ട് ഇത്ര രൂപ ചിലവുള്ളൂ, അതൊക്കെ കൂടി കൂട്ടിയാൽ ഇത്ര രൂപയ്ക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതിനെങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതിന് കോമ്പറ്റേറ്റർ ആരാണ്? കെൽട്രോൺ ഉണ്ടായിരുന്നു, നെൽക്കോ ഉണ്ടായിരുന്നു. അവരെ പ്രൈസ് എടുത്തു, അവരെക്കാൾ 5 രൂപ കൂട്ടി വെച്ചു. കാരണം ഞാൻ വിചാരിക്കും, ഞാൻ അന്ധമായിട്ട് വിശ്വസിക്കണം എൻ്റെ പ്രോഡക്റ്റിന് അവരെക്കാളും ക്വാളിറ്റി ഉണ്ട്, ഭംഗിയുണ്ട്, ചില ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ടുണ്ട്. ധൈര്യമായിട്ട് 5 രൂപ കൂട്ടി വെച്ചു. അപ്പോൾ ഒത്തിരി തെറി കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഇവരെക്കാളൊക്കെ കൂട്ടി വയ്ക്കാനായിട്ട്. അപ്പൊ അത് തിരിച്ചടിച്ചിരുന്നോ തുടക്കാലത്ത് ആൾക്കാർ? അതിന് നമ്മള് അവർക്ക് കുറച്ച് ഡിസ്കൗണ്ട് കൂട്ടി കൊടുത്തു. അപ്പൊ നമുക്ക് വിഗാർഡിന്റെ കഥയിലേക്ക് വരാം. അപ്പൊ തുടങ്ങിയ എങ്ങനെ ബിസിനസ്സിലേക്ക് എത്തി എന്നുള്ളത് കേൾക്കുന്നവർക്കെല്ലാം വളരെ വ്യക്തമായി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇനി ആ കഥയിലേക്ക് വരികയാണെങ്കിൽ, തുടങ്ങിയത് 1 ലക്ഷം രൂപയുടെ ലോണ് കൊണ്ടാണെന്ന് ഞാൻ വായിക്കാൻ കേട്ടിട്ടുണ്ട് ഫാദറിന്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അതിന്റെ കഥ എങ്ങനെയാണ്? അപ്പോൾ 1 ലക്ഷം, അതായത് ഈ ജോലി റിസൈൻ ചെയ്യാൻ പോണെന്ന് കേട്ടപ്പോൾ വീട്ടിലൊരു ശ്മശാന മുഖതയായിരുന്നു. കാരണം ഇവൻ ഇത്രയൊക്കെ പഠിച്ചു, ബാക്കി പല കസിൻസ് ഇത്രയ്ക്കൊന്നും പോസ്റ്റ് ഗ്രാജുവേഷനൊന്നും എടുത്തിട്ടില്ല, അവരൊക്കെ ജസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യും. അന്നത്തെ കാലത്ത് ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് പലപ്പോഴും ബാങ്കിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. എനിക്കും ബാങ്കിലൊരു ജോലി കിട്ടിയിരുന്നു, പക്ഷെ ഞാൻ പോയില്ല, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എനിവേ, അപ്പോൾ ബാങ്കിലോ അല്ലെങ്കിൽ സ്കൂൾ ടീച്ചറാവുക, B.Ed കഴിഞ്ഞ്, അല്ലെങ്കിൽ ചിലവർ അപൂർവം ചിലവർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്ത് കോളേജ് ലെക്ചറാവുക, അത്രയൊക്കെ ഉള്ളൂ എന്നത് അവിടുത്തെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ ഇവൻ ഇത് എന്തൊക്കെ കാണിക്കാൻ പോണെന്നുള്ളൊരു വിശ്വാസം ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷേ പതുക്കെ ഫാദറിനെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഞാൻ പറഞ്ഞൊരു 50,000 രൂപ മതി തുടങ്ങാനായിട്ട്, ബാക്കി 50,000 രൂപ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും, അങ്ങനെയാണ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് ആദ്യം 50,000 വാങ്ങിച്ചു. പിന്നെ ബാങ്കുകാർ ലോൺ തരുന്നില്ല, കാത്തിരുന്ന് ചെരുപ്പ് തേഞ്ഞു. കാരണം അവർ നീട്ടിക്കൊണ്ടുപോവാ. കാരണം ലാസ്റ്റ് പറഞ്ഞു, അയ്യോ ലോൺ തരാൻ പറ്റില്ല, ഞങ്ങളുടെ ടെക്നിക്കൽ അനലിസ്റ്റുകൾ പറഞ്ഞു ഇത് ഫീസിബിൾ അല്ല, നിങ്ങൾ വലിയ ബ്രാൻഡുകളായിട്ടാണ് കോമ്പറ്റ് ചെയ്യേണ്ടത്. അന്ന് ടാറ്റയ്ക്ക് വരെ സ്റ്റെബിലൈസർ ഉണ്ടായിരുന്നു, നെൽക്കോ പില്ല പ്രോഡക്റ്റ്. പിന്നെ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ധാരാളം ഉണ്ട്. അപ്പൊ അത് ബിസിനസ് പ്ലാൻ മാത്രം കാണിച്ചുകൊണ്ടുള്ള ഒരു ലോണിനുള്ള ശ്രമമായിരുന്നു? അല്ല, ഞാനിങ്ങനെയൊക്കെ അന്ന് എനിക്ക് എൻ്റെ ചില ക്ലാസ്മേറ്റ്സ് ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒരു ഗ്രാജുവേറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് എഴുതി ബാങ്കിൽ കയറിയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവിടെ 2 കൊല്ലമൊക്കെ ജോലി ചെയ്തിട്ടുള്ള ചിലവർ ഇവിടെ ഈവൻ എറണാകുളത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കൂട്ടുപിടിച്ചിട്ട് അവർ എന്നെ കൊണ്ടുപോയി അവരുടെ മാനേജറെ പരിചയപ്പെടുത്തി, ഇങ്ങനെ എഴുതി കൊണ്ടുപോവാ. അന്നൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒന്നുമില്ല, അതിനൊന്നും നമ്മുടെ കയ്യിൽ പണമല്ല. പിന്നെ ഇയാളൊക്കെ സഹായിച്ച്
അങ്ങനെയായിരുന്നു ലോൺ അപ്ലിക്കേഷൻ കൊടുത്തത്. അപ്പോൾ ലോൺ റിജക്റ്റ് ആയെങ്കിൽ അപ്പോൾ ഈ 1 ലക്ഷം രൂപ പിന്നെ മുഴുവനും അല്ല, അപ്പോൾ വീണ്ടും ഫാദറിൻ്റെ അടുത്ത് പതുക്കെ മണി അടിച്ച് അപ്പോഴേക്കും, പക്ഷെ ആ സമയമായപ്പോഴേക്കും ഞാൻ പ്രോഡക്റ്റൊക്കെ മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറക്കി വീണ്ടും 50,000 കൂടി മണി അടിച്ച് വാങ്ങിച്ചു. അല്ല, പക്ഷേ 1 ലക്ഷം എന്നുള്ളത് അന്നൊരു വലിയ എമൗണ്ട് ആയിരുന്നു കാണില്ലേ അന്നത്തെ ഒരു സെൻസിൽ? സ്വർണത്തിന്റെ വില അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഫാമിലി ഓവറോൾ വെൽ ഓഫ് ആയിരുന്നു. കാരണം അവര് ഞങ്ങള് കൃഷിയാണ് ബേസിക്. അപ്പൊ ധാരാളം ഏക്കർ കണക്കന്നെ എനിക്ക് തോന്നുന്നു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരും നേരിടുന്നത് ആദ്യത്തെ ക്യാപിറ്റൽ അറേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ അത് വീട്ടുകാരെ കൺവിൻസ് ചെയ്തു. ഇപ്പൊ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി റൗണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്നത്. നമ്മളെ വിശ്വസിക്കുന്നത് അവരാണല്ലോ. അപ്പോൾ അതിൽ പോലും അവരെ കൺവിൻസ്, സർ വളരെ ഈസിലി മണി അടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അവരെ കൺവിൻസ് ചെയ്യാൻ എന്തെങ്കിലും? അത് അങ്ങേർക്ക് തോന്നിയിട്ടുണ്ടാവും അതിന്റെ മുൻകാല പെരുമാറ്റങ്ങളിൽ നിന്ന്. അതെ, തോന്നിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. നമ്മൾ സിഗ്നലിംഗ് എന്ന് പറയും അല്ലെ, നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് അല്ലെ, ഇവൻ നന്നാകും എന്നൊരു പ്രതീക്ഷ ഒരാൾക്ക് ഉണ്ടെങ്കിലാണല്ലോ, അവനിലാണല്ലോ പൈസ. ആദ്യകാലങ്ങളിൽ ഐഡിയയിലല്ല, ഫൗണ്ടറിലാണ്. അങ്ങനോട് ചോദിക്കപ്പോ ആള് അവൈലബിൾ അല്ല. അതെ. അപ്പൊ നമുക്ക് വിഗാർഡിന്റെ കഥയിലേക്ക് പോവാണെങ്കിൽ, നമുക്ക് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഇത്ര വലിയൊരു എംപയർ ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്താലാണ് അതിന്റെ ഒരു വാല്യൂ കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ ഒരു 0 to 1 ജേർണി ഉണ്ടാവും, പിന്നെ ഒരു 1 to 10 ജേർണി ഉണ്ടാവും, പിന്നെ ഒരു 10 to 100 ജേർണി ഉണ്ടാവും. ഏതൊരു ബിസിനസ് നോക്കിയാലും ഓരോ ജേർണിയും വളരെ വ്യത്യസ്തമായിരിക്കും. 0 to 1 വേറെ അധികം ആൾക്കാരുണ്ടാവില്ല, ഫൗണ്ടർ തന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. 1 to 10 കുറച്ച് ചെറിയൊരു സ്കെയിലിങ്ങിന്റെ ആയിരിക്കും. പിന്നെ 10 to 100 ഒക്കെ മേ ബി കുറെ ഒരു വളരെ സയന്റിഫിക് ആയിട്ട് മാനേജ്മെന്റ് ഒക്കെ വന്നിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 1977 തുടങ്ങിയിട്ട് 23 വർഷങ്ങൾക്ക് ശേഷം 2000 100 കോടി റവന്യൂയിലേക്ക് എത്തിയത്. അപ്പോൾ ആ 23 വർഷം അതൊരു ഫേസ് തന്നെ ആയിരിക്കും. അതിന് മുന്നൊരു ഫേസ് ഉണ്ടാവും, അത് സർ ഇന്നിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം 2008 IPO നടത്തി. പിന്നീട് 2012 1000 കോടി റവന്യൂ എന്നുള്ള വലിയൊരു മാർക്കിലേക്ക് എത്തി. പിന്നീട് ഇപ്പോൾ ഇതാ 48 വർഷങ്ങൾക്ക് ശേഷം 2025 5000 കോടി വിഗാർഡ് അടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഫേസസ് ബ്രേക്ക് ഡൗൺ ചെയ്യാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ 23 വർഷങ്ങൾ ഒരു ഫേസ് ആണ്. അതിന് മുൻപ് ഒരു ഫേസില്ല. ആദ്യത്തെ എത്ര വർഷത്തിനൊരു ഫേസ്? 0 to 1 അബ്സല്യൂട്ട് തുടക്കത്തില് ഒരു 50 സ്റ്റെബിലൈസറൊക്കെയാണ് മാസം ഉണ്ടാക്കുകയുള്ളൂ. അപ്പൊ അറിയാലോ, അതിന്റെ ഒരെണ്ണത്തിന് 495 രൂപയായിരുന്നു അതിന്റെ പ്രൈസ്. അപ്പൊ ഇത്രയല്ലേ വരുമാനമുള്ളൂ. പക്ഷെ എനിക്ക് എൻ്റെ ശമ്പളത്തിന് തുല്യമായിട്ടുള്ള ഒരു ലാഭം അതിൽ നിന്ന് കണ്ടെത്തുമായിരുന്നു. അങ്ങനെ ആദ്യം സെൻട്രൽ കേരളയിൽ മാത്രമായിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ അത് ഓൾ കേരളയാക്കാൻ ശ്രമിച്ചു. ഓൾ കേരളയാക്കി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഓൾ കേരള മാറിയിട്ട് പിന്നെ പതുക്കെ തമിഴ്നാട്ടിലേക്ക് കടന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കർണാടകത്തിലേക്ക് കടന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആന്ധ്രയിലേക്ക് കടന്നു. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റെബിലൈസർ മാത്രം പോരാന്നൊരു തോന്നൽ, ഒരു പേടി. അതായത് ഇതിൻ്റെയൊക്കെ ഒരു റിക്വയർമെൻറ്റ് നിൽക്കുമോ എന്നുള്ളൊരു പേടി. അപ്പോൾ അത് കാരണം കൊണ്ട് വേറെ പ്രോഡക്റ്റുകൾ പയ്യെ ആഡ് ചെയ്തു. ആദ്യം പമ്പ് വാട്ടർ പമ്പ്സ് മാനുഫാക്ചറിങ് തുടങ്ങി. പിന്നെ ചില ഫെയിലിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊരു വാൾ ക്ലോക്സ് ഉണ്ടായിരുന്നു, ഇലക്ട്രോണിക് വാൾ ക്ലോക്സ്. അത് ഞങ്ങൾ നിർത്തിയതാണ്, അത്ര ലാഭകരമല്ല എന്ന് മനസ്സിലാക്കിയിട്ട്. അങ്ങനെ പടിപടിയായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ആദ്യത്തെ 1 കോടി തികഞ്ഞ തന്നെ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിവേ അതേമാതിരി 1 കോടിയിൽ നിന്ന് 10 കോടിയിലേക്ക് എത്തിയത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആദ്യത്തെ ആ കാലഘട്ടങ്ങള് പയ്യെ ആയിരിക്കുമല്ലോ ഗ്രോത്ത് ഉണ്ടാവുക. അപ്പോൾ അന്ന് എങ്ങനെയാണ്, അന്ന് സ്വപ്നം കാണുന്നുണ്ടായിരുന്നോ വലുതാകണം എന്നുള്ള സ്വപ്നത്തിന്റെ പിന്നിൽ പായായിരുന്നോ, അതോ അന്നുള്ള ദിവസങ്ങൾ ബെറ്റർ ആക്കുക, ആ മാസം നന്നാക്കുക, ആ വർഷം നന്നാക്കുക, എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്ത് ശരിക്കും? പക്ഷേ അത് എന്നോട് ചോദിച്ചാൽ ഒരു കാര്യം പറയാം, വാട്ട് നെക്സ്റ്റ് അങ്ങനത്തെ ഒരു തോന്നലുണ്ടായിരുന്നു. ഓക്കെ, സെൻട്രൽ കേരളയിൽ മാർക്കറ്റ് പിടിച്ചു, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഓൾ കേരളയാക്കി കൂടാ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് ആയിക്കൂടാ, തമിഴ്നാട്ടിലേക്ക് എൻ്റർ ചെയ്താൽ എന്തുകൊണ്ട് കർണാടക ആയിക്കൂടാ, അങ്ങനത്തെ ഒരു വാട്ട് നെക്സ്റ്റ് വെറുതെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ പയ്യെ കൂട്ടി അപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അത് 10-48 വർഷം എടുത്തു തന്നെ ഇതുപോലെ എത്താനായിട്ട്. ഇത് ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞത് മോശം. അത് 48 വർഷം ഇത്ര എത്താൻ എന്ന് ചോദിച്ചു കളയും. അതായത് 2 രീതികളിൽ ഓപ്പറേറ്റ് ചെയ്യാലോ. ഒന്ന് ഇപ്പൊ പറഞ്ഞ പോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് മാത്രം ചിന്തിച്ച് പോവുക. ഓരോ സ്റ്റെപ്പ് നന്നായാൽ അടുത്ത സ്റ്റെപ്പ് വരും, അങ്ങനെ നന്നായി പോകും. വേറൊരു രീതിയിൽ ഇപ്പൊ മേ ബി ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ചിന്തിക്കുന്നത്, സ്റ്റെപ്പ് ചിന്തിക്കുന്നതിന് പകരം ആദ്യം എവിടെ എത്തണമെന്ന് ആലോചിച്ചിട്ട്
അവിടെ എത്താനുള്ള സ്റ്റെപ്പിനെ പറ്റി ചിന്തിച്ചു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എവിടെ എത്തണം എന്ന് ആലോചിച്ചിട്ട് അതിനുവേണ്ടി ബാക്ക് വർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അത് പറഞ്ഞാൽ അത് ഹിപ്പോക്രസി, അങ്ങനെ പറഞ്ഞിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. നമുക്ക് ആദ്യത്തെ ഒരു വർഷത്തെ പറ്റി സംസാരിക്കും. എനിക്ക് തോന്നുന്നു ആ ആദ്യത്തെ ഒരു വർഷമൊക്കെ ഭയങ്കര ക്രിട്ടിക്കലായിരിക്കും. അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പഠിക്കാനുണ്ടാവുക. അപ്പൊ ഈ ജോലി വിട്ട് ഇറങ്ങിയിട്ട് ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യണം. അപ്പൊ അതിന് പൈസ വേണം, റോ മെറ്റീരിയൽ വാങ്ങണം. ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റില്ല, ഒരു വർക്ക്ഷോപ്പ്. അതായത് വെറും 400 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള ഒരു ഓഡിറ്റർ ഷെഡായിരുന്നു. വീടിനോട് ചേർന്നിട്ടായിരുന്നു? അല്ല, വീടൊന്നുമില്ല, വാടക അത് വേറെ വാടകയൊക്കെ ആയിരുന്നു. തൃശ്ശൂരാണ്? അല്ല, എറണാകുളത്ത് തന്നെയായിരുന്നു. അത് വേറൊരാളുടെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു ഷെഡിലായിരുന്നു. അത് ഒഴിഞ്ഞു കിടക്കണ്ടായിരുന്നു. അതെടുത്തു, ഒന്ന് വൃത്തിയാക്കി, ഒരു സിമെന്റ് തറയൊക്കെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ശരിയല്ല, കാരണം ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്ര പൊടിയൊന്നും പാടില്ലല്ലോ. എനിവേ സിമെന്റ് തറയായിരുന്നു, ഓടിട്ട കെട്ടിടമായിരുന്നു. ദെൻ ജസ്റ്റ് 2 ജോലിക്കാര്, 2 പേര് SSLC ഫെയിൽഡ്. കാരണം അങ്ങനെയുള്ളവര് നമ്മുടെ കൂടെ നിൽക്കുള്ളൂ, അല്ലാത്തൊരു ചാടിപ്പോവും. എനിക്കറിയാം, അതിന് വലിയ കോമൺ സെൻസ് ഒന്നും വേണ്ട, എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഈ ഓഡിറ്റർ ഷെഡിൽ ജോലി ചെയ്യാൻ വരണ്ടേ. അല്ല, ഇതിപ്പോ നമ്മൾ സിലിക്കൺ വാലിയിൽ US നോക്കിയാലും എല്ലാവരും ഗരാജുകളിൽ തുടങ്ങി എന്നാണല്ലോ പറയപ്പെടുന്നത്. ആപ്പിൾ പോലും, ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത്, ആപ്പിൾ തുടങ്ങുന്നത് 1977-ലാണ്. ആപ്പിൾ എവിടെ എത്തി, ഞാൻ എവിടെ എത്തി? അത് കോണ്ടെക്സ്റ്റ് നമ്മൾ മറന്നിട്ടുള്ള സംസാരമായിരിക്കില്ല. അങ്ങനെ ഇത് തന്നെ ആദ്യം പറഞ്ഞു, സാർ ഇത്ര ഹമ്പിൾ ആയാല് ഒരു പരിധിക്ക് താഴെ ഹമ്പിൾ ആവുന്നതും അത്ര ഹമ്പിളൊന്നും അല്ല കേട്ടോ. അപ്പോ അഗൈൻ ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു വർഷത്തിലേക്ക് പോകണമെങ്കിൽ ഇപ്പൊ ഒരു ഗരാജ്, 2 എംപ്ലോയീസ്, എന്നാലും അത് ഭയങ്കര ഓവർവെൽമിംഗ് അല്ലേ? എന്നിട്ട് അത്ര റോ മെറ്റീരിയൽസ് എത്തിക്കണം, അത് തന്നെ ഒരു മിനിമം ഓർഡർ ക്വാണ്ടിറ്റി. എല്ലാം വൺ മാൻ ഷോ ആണോ, എല്ലാം വൺ മാൻ ഷോ. പിന്നെ എനിക്ക് ഈ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിൽ ഞാൻ ഒത്തിരി പഠിച്ചു. അതായത് ഞാൻ പറയും, അത് എൻ്റെ 7 കൊല്ലത്തെ കോളേജ് ലൈഫിനേക്കാളും വേണമെങ്കിൽ 5 ഇരട്ടി നോളജ് അക്വയർ ചെയ്യാൻ പറ്റി. ഇപ്പം റോ മെറ്റീരിയൽ എവിടെ കിട്ടും, അല്ലെങ്കിൽ ഏത് റോ മെറ്റീരിയൽ ഉപയോഗിക്കണം, ഏതൊക്കെ കോമ്പണൻസ് ഉപയോഗിക്കണം, അങ്ങനത്തെ ഒരു നോളജ് എനിക്ക് കിട്ടി. ഞാൻ പലപ്പോഴും എന്നെ കോളേജുകളിലേക്കൊക്കെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്, എൻ്റർപ്രണർ ക്ലബ്ബുകൾ. ഞാൻ പറയും, ദയവീത് മക്കളെ, നിങ്ങൾ ഒരു 3-4 കൊല്ലം ജോലി ചെയ്യൂ, ധൃതി പിടിച്ച് എടുത്ത് ചാടണ്ട, കാരണം ജീവിതം ബാക്കി കിടപ്പുണ്ടല്ലോ. അല്ലോ എനിക്കിപ്പം തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞാലേ അതിനേക്കാളും നല്ലത് വേറെ ആളുടെ ചിലവിൽ നമുക്ക് എക്സ്പീരിയൻസ് നേടിയാലേ അത് നമുക്ക് പിന്നീട് എടുത്ത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഈ റോ മെറ്റീരിയൽ വാങ്ങിച്ചതിന് ശേഷം പിന്നെ അസംബിൾ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ആണ്, അപ്പോൾ അത് സ്വയം ഈ 3 കൊല്ലം കൊണ്ട് എനിക്ക് എല്ലാം അറിയാം. ഞാൻ അത് ആദ്യം ഞാൻ അവരുടെ പ്രൊഡക്ഷൻ നോക്കിയിരുന്നു, പിന്നെ നമ്മൾ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞു, പിന്നെ അത് സെല്ല് ചെയ്യണമല്ലോ. അപ്പൊ ആദ്യത്തെ സെയിൽസ് എങ്ങനെയാ ചെയ്തത്? അത് ഞാൻ തന്നെ, കാരണം അന്ന് റെപ്രസെന്റേറ്റീവിനെ വെക്കാനുള്ള പൈസയൊന്നും ഇല്ല. കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇതിന് അറിയാലോ, അതായത് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ അത് റെഫ്രിജറേറ്ററിന് വേണ്ടിയിട്ടാണ്. ആ കാലത്ത് റെഫ്രിജറേറ്റർ മാത്രമേ ഉള്ളൂ, ഫ്രിഡ്ജ് നമ്മൾ ഷോർട്ടായിട്ട് പറഞ്ഞാൽ. അപ്പോൾ അത്തരം കടകളിൽ കൊടുക്കണം. ഭാഗ്യത്തിന് ഈ പറഞ്ഞ പോലെ എൻ്റെ ചില ക്ലാസ്മേറ്റ്സ് ചിലവർ അന്നത്തെ കാലത്ത് വോൾട്ടാസ്, അന്നത്തെ കാലത്ത് ബ്ലൂ സ്റ്റാർ, അതിൻ്റെയൊക്കെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ചിലവരുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു കണക്ഷനിൽ അവിടെ ഒരു എൻട്രി, ഒരു ഇൻട്രഡക്ഷൻ, അവരെന്നെ അവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയത്, ചെറുതായിട്ടെങ്കിലും. അപ്പോൾ ആദ്യത്തെ സെയിലുകളെല്ലാം സ്വയം നടത്തി എന്നുള്ളതാണ് അല്ലേ? പിന്നീട് അപ്പോൾ ഈ ആദ്യത്തെ എത്ര വർഷം കഴിഞ്ഞപ്പോഴാണ് ഇതൊന്ന് ക്ലച്ച് പിടിച്ചു, അല്ലെങ്കിൽ ശരിയായി, ഇനി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാം, മാനുഫാക്ചറിങ് വലുതാക്കണം, ഡിസ്ട്രിബ്യൂഷൻ വലുതാക്കണം എന്ന് ചിന്ത വന്നത്? എന്ത് മൈൽ സ്റ്റോൺ ഹിറ്റ് ചെയ്തപ്പോഴാണ്? അല്ല, ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാര്യത്തിലേ എവരി ഇയർ എനിക്ക് ഗ്രോത്ത് ആയിരുന്നു, എവരി ഇയർ. അത് വേണമെങ്കിൽ എവരി ഇയർ ഒരു മിനിമം 30%, 40% ഗ്രോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒപ്പിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അതായത് ആ ഗ്രോത്തിനനുസരിച്ച് പ്രൊഡക്ഷൻ കൂട്ടണം, അല്ലെങ്കിൽ സ്പേസ് കണ്ടെത്തണം, അല്ലെങ്കിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യണം, ഇങ്ങനെയായിരുന്നു. അപ്പോൾ അതെനിക്കൊരു ഫേവറബിൾ അന്തരീക്ഷമായിരുന്നു. ഗ്രോത്ത് നടന്നപ്പോൾ കൂടെ കാര്യങ്ങളെല്ലാം ചെയ്ത് പോയി. അത് എനിക്കൊരു അത്യാവശ്യമായി, കാരണം മാർക്കറ്റിലെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഗ്രോ ചെയ്തുകൂടാ? ഗ്രോ ചെയ്യണമെങ്കിൽ
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാങ്കുകാരൊക്കെ ലോൺ തരാൻ തുടങ്ങി. അതാ ചോദിക്കാൻ വന്നത്. അതെ, അതായത് ഗ്രോ ചെയ്യണം എന്ന് കാണുമ്പോൾ പിന്നീട് അപ്പൊ ഫണ്ട് വേണ്ടി വരുമല്ലോ, എക്സ്പാൻഡ് ചെയ്യാനും വലുതാകാനും. ലോണൊക്കെ കിട്ടി തുടങ്ങി. ഓക്കെ ഓക്കെ. അപ്പോ അഗൈൻ അപ്പൊ ആ ഒരു മൈൽ സ്റ്റോൺ എന്ന് പോലെ ഒരിക്കലും തോന്നിയിട്ടില്ലേ? എന്തോ ഹിറ്റ് എല്ലാം ശരിയായി, എവിടെയും സ്റ്റക്ക് അങ്ങനെ അയ്യോ ഇത് വേണ്ടായിരുന്നല്ലോ അങ്ങനെ തോന്നിയിട്ടില്ല. അതിങ്ങനെ അപ്പൊ ഈ എല്ലാ വർഷവും 30%, അതായത് ഇതേ സമയം എനിക്ക് തന്നെ അറിയില്ല. എക്സാമ്പിൾ ആണ്. അപ്പോൾ മറ്റെത്രയോ കമ്പനികൾ അതേ കാലഘട്ടത്തിലും അതിനുശേഷവും ഇപ്പോഴും തുറക്കുന്നു പൂട്ടുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാ വർഷവും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അഗൈൻ ഒരു ചെറിയ ഫീറ്റേ അല്ല. എൻ്റെ ഇടയ്ക്ക് ചില സ്റ്റാഗ്നേഷൻ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ എനിക്കത് ഓർമ്മയില്ല. അതായത് അത് എന്നെ ബാധിക്കുന്നില്ല. കാരണം എന്ത് ക്വാളിറ്റി കാരണം? നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് നല്ലതായത് കാരണമാണോ? ബേസിക്കലി ഫണ്ടമെന്റലി പ്രൊഡക്റ്റ് നല്ലതായത് കൊണ്ടാണോ, അതോ എക്സിക്യൂഷൻ നല്ലതായത് കൊണ്ടാണോ, അതോ ഡിസ്ട്രിബ്യൂഷൻ നല്ലതായത് കൊണ്ടാണോ? എന്തുകൊണ്ടായിരിക്കാം? ഞാൻ പറയും V-Guardന്റെ സക്സസ് പ്രോഡക്റ്റ് നല്ലതാണ്, പിന്നെ ആഫ്റ്റർ സെയിൽസ് സർവീസ്, പിന്നെ കൊച്ചു ചില്ലറ മാർക്കറ്റിംഗ് ടെക്നിക്സ്. ഫോർ എക്സാമ്പിൾ, ആദ്യം 1 വർഷമായിരുന്നു ഗ്യാരണ്ടി. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യമായിട്ടൊന്നും കംപ്ലൈൻറ്റ് വരുന്നില്ല, എനിക്ക് ചിലവില്ല. അപ്പം ഞാൻ 2 വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർക്ക് ഒന്നുകൂടി കോൺഫിഡൻസ് ആയി. അപ്പോൾ പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യമായിട്ടൊന്നും തിരിച്ചു വരുന്നില്ല. അപ്പോൾ പിന്നെ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ, എനിക്കറിയില്ല ലോകത്തിൽ തന്നെ ആയിരിക്കും, 5 years ഗ്യാരണ്ടി ആയിരുന്നു ആദ്യം. 5 years. അത് ഒരു തരം ബ്ലാങ്കറ്റ് ഗ്യാരണ്ടി, അതായത് വേറെ പകരം കൊടുക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. മറ്റത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് റീസർവീസ് ചെയ്ത് പോളിഷ് ചെയ്താണ് ഈ ക്യാബിനറ്റ് മാറ്റി ഫ്രഷായിട്ട് വേറെ വെക്കും. കുറച്ച് പണിയൊക്കെ ഉണ്ട്, എന്നാലും അത് മൊത്തം ടേൺ ഓവറിൽ ചെറിയൊരു അംശമേ അത് ബാധിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഇതൊരു ഭയങ്കര ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നില്ലേ? അതായത് കുറവ് പ്രൊഡക്ട്സിനെ പ്രശ്നം വരുന്നുള്ളൂ എന്നുള്ള ആ ഒരു ഡേറ്റ മനസ്സിലാക്കിയത് കൊണ്ടല്ലേ? ഞാൻ പറയും, ഒരു എൻ്റർപ്രണർക്ക് തുടക്കത്തിൽ ടെക്നോളജി ആയിരിക്കും ചിലവർക്ക് മുന്നിട്ട് നിൽക്കുന്നത്, അതിൽ അയാൾ എക്സൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലർ മാർക്കറ്റിങ്ങിലായിരിക്കും എക്സൽ ചെയ്യുന്നത്, ചിലർ ഫിനാൻസിലായിരിക്കാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ടെക്നോളജിയുടെ സൈഡിൽ കുറച്ചൊന്ന് മാറി നിന്നിട്ട് മാർക്കറ്റിങ്ങിലും പിന്നെ ഫിനാൻസിലും ഒക്കെ നമ്മൾ അറിവ് നേടണം എന്നുള്ളൊരു ഗതികേട് വരാൻ തുടങ്ങി. കാരണം എനിക്കാണെങ്കിൽ മാർക്കറ്റിംഗ് ഭയങ്കര മടിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കൂട്ടുകാരുടെ കൂടെ കടയിൽ കയറി ചെല്ലുകളായിരുന്നു. എനിവേ അതൊക്കെ ഇങ്ങനെ പിന്നെ ആ എളുപ്പമൊക്കെ അങ്ങ് മാറി. ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും അതൊക്കെ മാറണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇത് മനസ്സിലായി. അപ്പോൾ പ്രൊഡക്റ്റ്, സർവീസ്, പിന്നീട് മാർക്കറ്റിങ്ങും ഈ ഗ്യാരണ്ടി കൂട്ടിയ സംഭവമൊക്കെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് ടീം, ഇപ്പോൾ ആദ്യം പറഞ്ഞു ആദ്യം 2 പേരെ ഹയർ ചെയ്തത്, 2 പേരും 10th ഫെയിൽ ആയിരുന്നു എന്ന്. എപ്പോഴാണ് ടീമിനെ വലുതാക്കാൻ തുടങ്ങിയത്? ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് എനിക്കൊന്ന് വിത്തിൻ 4 months 2 എന്നുള്ളത് 4 ആയി, 4 8 ആയി, 8 16 ആയി, 16 32 64 ആയി, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും ഒരു ലീഡേഴ്സിനെയൊക്കെ ഹയർ ചെയ്തത് ഏതൊരു സ്പേസിലേക്ക്? അല്ല, അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു സൂപ്പർവൈസർ വേണമെന്നായി. അതുവരെയ്ക്ക് സൂപ്പർവൈസർ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പേരിനൊരു സൂപ്പർവൈസറെ കണ്ടുപിടിച്ചു. പിന്നെ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ കണ്ടുപിടിച്ചു. പിന്നെ കണക്കെഴുതാനായിട്ടൊരു ആദ്യം ഒരു പാർട്ട് ടൈം ആയിരുന്നു, ഒരു തന്നെയാണ് എഴുതിയിരുന്നത്. ഒരു BCom ജസ്റ്റ് എന്താ പറയുക, എനിക്ക് മിയർ പാസ്സുള്ള ഒരു തന്നെ കണ്ടുപിടിച്ചു. അങ്ങനെ അപ്പോൾ നമ്മളറിയാതെ ഡിപ്പാർട്ട്മെൻറ്റുകളാവാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ശങ്ക, അതായത് അയ്യോ ഇത് അത്ര സിമ്പിളല്ല. അതായത് നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ആസ് എ ലീഡർ അതിൻ്റെ ടോപ്പിലിരിക്കുന്ന ആൾ കുറച്ചും കൂടി നോളജ് അക്വയർ ചെയ്യണം, ഇൻക്ലൂഡിങ് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് ആയിക്കോട്ടെ. അല്ല, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഞാൻ ഇപ്പോൾ V-Guardന്റെ ടീമിൽ നോക്കുമ്പോൾ CEO ഒക്കെ ആയിട്ടിരിക്കുന്നത് XHUL, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, LG, അതുപോലെയുള്ള വലിയൊരു ലീഡർഷിപ്പ് ടീം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇൻഡസ്ട്രി എക്സ്പെർട്ടീസും ഡൊമൈൻ നോളജും ഒക്കെ ഉള്ള പോലത്തെ ഒരു ടീമിനെ സെറ്റാക്കിയത് എത്ര വർഷങ്ങൾക്ക് ശേഷം? അയ്യോ, അത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് ഞാനെപ്പോഴും ആദ്യം പലരും നിൽക്കില്ല എൻ്റെ കൂടെ. ചെറിയ എക്സ്പീരിയൻസ്, 2 കൊല്ലത്തൊക്കെ എക്സ്പീരിയൻസ് നേടിയിട്ട് ഒരു ചാടിപ്പോവും വേറെ കമ്പനികളിലേക്ക്. ചിലർ സ്വന്തമായിട്ട് തുടങ്ങി, സ്റ്റെബിലൈസർ തന്നെ സ്വന്തമായിട്ട് തുടങ്ങിയവർ പലരുണ്ട്. അപ്പം ഞാനൊരു എക്സ് എയർഫോഴ്സ് 15 കൊല്ലം സർവീസ് ചെയ്ത ഇലക്ട്രോണിക്സിൽ ഉണ്ടായിരുന്ന
ഒരാളെ എനിക്ക് കിട്ടി. അയാൾ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അത് ശരി. ആൾക്ക് എന്നെക്കാളും പ്രായമുണ്ട്. എനിവേ അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ സെലക്റ്റീവായി. കാരണം ആരെടുത്താലാ നിന്ന് കിട്ടുക എന്നുള്ള പോലെ. അപ്പോൾ ഞാൻ പറയും ആൾക്കാരുടെ ഇൻറ്റഗ്രിറ്റിയാണ് പ്രധാനം. പല കാര്യം നമുക്കവരെ പഠിപ്പിച്ചെടുക്കാം. ഇൻറ്റഗ്രിറ്റി ഇല്ലാത്തവനെ പഠിപ്പിച്ചിട്ടും കാര്യമില്ല. അതെ. അതായത് ഈ അടുത്ത് ഞാൻ വായിച്ചൊരു സംഭവം എന്ന് പറയുന്നത്, ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ശരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് അല്ല, നമ്മുടെ ഓർഗനൈസേഷനാണ്, നമ്മുടെ ആൾക്കാരാണ് അല്ലേ. അതായത് നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അതൊരു നല്ല പ്രൊഡക്റ്റായി കണ്ട് അതിനെ ഡെവലപ്പ് ആക്കി എടുത്താൽ അവർ പിന്നെ പോയി വേണ്ട ബിസിനസ് ബിൽഡ് ചെയ്യും, നല്ല പ്രൊഡക്ട്സ് അവർ ബിൽഡ് ചെയ്യും, നല്ല സെയിൽസ് അവർ ബിൽഡ് ചെയ്യും. അപ്പോൾ ഒരു ഓണ്ടർപ്രണറിന്റെ, നല്ലൊരു ഫൗണ്ടറിന്റെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആവേണ്ടത് അയാളുടെ ടീമാണെന്ന് പറയും. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോവാതായി നേരിട്ട്. അപ്പോഴേക്കും ഒരു ടീമുണ്ട്, അതിന് മാർക്കറ്റിങ്ങിൻ്റെ ഒരു മാനേജരായി. അപ്പോൾ അയാളെ പോവുള്ളൂ. അങ്ങനെയൊക്കെ ഞാൻ മനഃപൂർവ്വം പോവാതായി. കാരണം അവർ നടത്തിട്ട കാര്യങ്ങൾ. അത് ഏത് സ്റ്റേജിലായിരുന്നു? അതാണ് എനിക്ക് പ്രത്യേകിച്ച് അറിയാനാ. ഞാനും ആ ഒരു ഇതിലൂടെ അതൊക്കെ എനിക്ക് തോന്നുന്നു 10 കൊല്ലം കൊണ്ട് ഞാൻ അച്ചീവ് ചെയ്തു. 10 കൊല്ലത്തിൽ താഴെ എടുത്തോളൂ. 1985-90 ആയപ്പോഴേക്കും പല ഈ പറഞ്ഞ മാതിരി അക്കൗണ്ട്സിന് ഒരു മാനേജറുണ്ട്. മാനേജർ എന്ന് പറഞ്ഞാൽ ബികോം നല്ല മാർക്കും പിന്നെ എന്തെങ്കിലും നല്ല ചെറിയ എക്സ്ട്രാ പഠിച്ചിട്ടുള്ള ആള്, അല്ലാണ്ട് വലിയ CA ഒന്നല്ല കേട്ടോ. പിന്നീട് ഈ ഒരു ജേർണിയിൽ കുറേ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ. യൂണിയൻ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മാനുഫാക്ചറിങ് ഔട്ട്സോഴ്സ് ചെയ്തൊരു കഥ എന്ന് പറഞ്ഞിട്ട് കുറേ ഓൺലൈൻ കാണുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ തന്നെ മറന്നു തുടങ്ങി. എന്നാലും ഓർത്ത് പറയാം. അതായത് ഒന്നുമില്ല, തുടങ്ങിയിട്ട് ഒരു 85 ഒക്കെ ആയിപ്പോൾ നമ്മുടെ നാട്ടിലും ഉള്ള പോലെ നമ്മുടെ അവിടെയും സമരം വന്നു. ആ കൂടി 10-50 ജോലിക്കാരേ ഉള്ളൂ. എന്നിട്ടും സമരം. അതിൻ്റെ ഡീറ്റെയിലേക്കൊന്നും പോകണ്ട. അപ്പം ഞാൻ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ട്, സാധനം ആവശ്യമുണ്ട്, ഇവർ കാരണം കൊണ്ട് പ്രൊഡക്ഷൻ നടക്കുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് നമ്മൾ ഈ വായിച്ച് കേട്ടിട്ടുണ്ട്, ജപ്പാനിലൊക്കെ പലതും കുടിൽ വ്യവസായമായിട്ട് ഉണ്ടാക്കിയെടുക്കും. വൻകിട കമ്പനിക്കാരത് റോ മെറ്റീരിയലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അസംബിൾ ചെയ്ച്ച് വാങ്ങിക്കും. പാനസോണിക് അങ്ങനെ ചെയ്യാറുണ്ടെന്നൊക്കെ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്കത് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഔട്ട്സോഴ്സിങ് തുടങ്ങി. അത് ആദ്യം ഒരെണ്ണം തുടങ്ങി, പിന്നെ 2 ആക്കി. ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ എല്ലാ റോ മെറ്റീരിയലും നമ്മൾ കൊടുക്കും. നമ്മളോടെയും ക്യാബിനറ്റ്, അതിൻ്റെ പാക്ക് ചെയ്യാനുള്ള പാക്കറ്റ് അടക്കം, എൻ്റെ ലേബിലടക്കം എല്ലാം. ആർക്കാണ് കൊടുക്കുന്നത്? ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ്? അല്ല, ചെറിയ ചെറിയ സൊസൈറ്റികൾ, ഈ വിമൻ സൊസൈറ്റികളൊക്കെ കേരളത്തിൽ തന്നെ. എന്നിട്ട് പക്ഷേ നമ്മുടെ സൂപ്പർവൈസർ, നമ്മുടെ എൻജിനീയർ ആയിരിക്കും അവിടെ മേൽനോട്ടം വഹിക്കുന്നത്. അവിടുന്ന് അവരത് അസംബിൾ ചെയ്ത് അത് പ്രോഡക്റ്റാക്കി മാറ്റുന്നു. ഉത്തരവാദിത്വം വേണം നമ്മുടെ എൻജിനീയർക്കാണ്. അപ്പോൾ മുഴുവനായി നമ്മുടെ ഇൻഹൗസ് ഉണ്ടായിരുന്ന മാനുഫാക്ചറിങ്ങിന്റെ മുഴുവനായിട്ടല്ലെങ്കിലും പാർഷ്യലി. ആദ്യം 25%, പിന്നെ 50%, പിന്നെ 75% വരെയൊക്കെ അത് പോയി. അതിനുശേഷം എന്നിട്ട് തിരിച്ച് നമ്മുടെ മാനുഫാക്ചറിംഗിലേക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവന്നു. അത് പിന്നെ നോക്കുമ്പോൾ പിന്നെ ബൾക്ക് പ്രൊഡക്ഷൻ വേണ്ടി വരുമ്പോഴേ നമ്മൾ ഓട്ടോമേഷനും കാര്യങ്ങളൊക്കെ വേണം. കാരണം ഒരു സ്റ്റേജ് വരയ്ക്ക് അതൊക്കെ പറ്റുള്ളൂ. ഞങ്ങൾക്കൊരു സ്റ്റേജിൽ എനിക്ക് വന്നത് 10-60 പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള ഈ അസംബ്ലിങ് യൂണിറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അത് മാനേജ് ചെയ്യാന്ന് പറഞ്ഞത് തന്നെ ഒരു പാടായിരുന്നു. അപ്പോൾ പിന്നെ അതൊരു സിംഗിൾ കോമ്പൗണ്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള അപ്പോഴേക്കൊക്കെ കാലം മാറി. അപ്പോഴേക്കും സെക്കൻഡ് ജനറേഷനൊക്കെ പഠിപ്പ് കഴിഞ്ഞ്. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് എത്ര വർഷങ്ങൾക്കുള്ളിൽ അത്യാവശ്യം സ്വയം പൈസ ബിസിനസ്സിൽ നിന്ന് എടുക്കാനും സെറ്റ് ആകാനും പറ്റി? അത് അധികം വൈകാതെ തന്നെ കുറച്ച് എടുത്ത് തുടങ്ങിയിരുന്നു. എന്നാലും ഒരു എന്താ പറയാ, റിച്ച് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്താനത്. കാരണം ഞാൻ ചോദിക്കുന്ന ഒന്നുമല്ല, ബിസിനസ് തുടങ്ങുന്ന പല യങ്സ്റ്റേഴ്സിന്റെ ആഗ്രഹം നന്നാകണം എന്നുള്ളതാണ്. ഒരു ബേസിക് സാലറിന്റെ പോലെ എത്തണം എന്നുള്ളതിനേക്കാൾ ഉപരി അതിനേക്കാൾ ഒരുപാട് നന്നാകണം, റിച്ച് ആകണം, എഫ്ലുവന്റ് ആകണം എന്നുള്ള ഒരു സ്വപ്നം പലരും കാണുന്നുണ്ട്. അപ്പൊ അതിലേക്ക് എത്താൻ, അങ്ങനെ ഒരു സ്റ്റേറ്റസിലേക്ക് എത്താൻ എത്ര വർഷം എടുത്തു? എൻ്റെ ഒരു ഫിലോസഫി അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടില്ലേ, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നതൊക്കെ ഒരു ത്രില്ലിനാണ്, ഒരു കിക്കാണ്. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, ഡിസൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ജനം അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഞാൻ പറഞ്ഞ വില കൊടുത്ത് അവർ വാങ്ങിക്കുന്നു, ഞാൻ വില കുറച്ച് കൂട്ടി വയ്ക്കുന്നു, എന്നിട്ട് അവർ വാങ്ങിക്കുന്നു, പിന്നെ എൻ്റെ പരസ്യങ്ങൾ അങ്ങനെ
അതൊരു ഞാൻ പറയും എല്ലാം ഒരു ഒരു കോമ്പിനേഷനാണ് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ഒരു ഫാക്ടർ മാത്രമല്ല. മാർക്കറ്റിംഗ് ഉഷാറായിരിക്കണം, അത് ഫിനാൻസും സ്ട്രോങ് ആയിരിക്കണം, പ്രോഡക്റ്റ് അതിഗംഭീരമായിരിക്കണം, ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ആഫ്റ്റർ സെയിൽ സർവീസ്, അല്ലെങ്കിൽ പിന്നെ കസ്റ്റമർ എന്ന് വെച്ചാൽ നമ്മളധികം ഡിസ്ട്രിബ്യൂട്ടർ നേരത്തെ പറഞ്ഞല്ലോ ഈ ഡീലർമാരായിട്ടാണ്. അപ്പോൾ കസ്റ്റമർ റിലേഷൻ അതൊക്കെ ഇൻടാക്റ്റ് ആയിരിക്കണം. ഈ പൊതുവേ മാനുഫാക്ചറിങ്ങും പ്രൊഡക്ട്സും അത് ഇവഞ്ച്വലി കസ്റ്റമേഴ്സിലേക്ക് വിൽക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി പോകുമ്പോൾ അവിടെ കുറേ ടാക്ടിക്സ് ഒക്കെ പ്ലേ ചെയ്താൽ അവരുടെ കമ്മീഷൻ വെച്ചിട്ടോ സ്കീംസ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായ ആദ്യകാലങ്ങൾ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ആനുകൂല്യം ചെയ്തിട്ടില്ല. അത് ശരി. ഇല്ല. അതായത് ഞാൻ ഇപ്പം എൻ്റെ കാഴ്ചപ്പാട് മുഴുവനും എൻഡ് യൂസർ കസ്റ്റമറെ ഹാപ്പിയാക്കി നിർത്തുക എന്നുള്ളതായിരുന്നു. കസ്റ്റമർ ഇങ്ങോട്ട് വന്ന് ചോദിക്കണം, ഇവരെ കടകളിൽ വന്ന് ചോദിക്കണം, അതിനായിരുന്നു ശ്രമം മുഴുവനും. അപ്പൊ ഇന്ന് തുടങ്ങുമായിരുന്നെങ്കിൽ ഒരു D2C ബ്രാൻഡായി നേരിട്ട് മാർക്കറ്റ് ചെയ്ത് നേരിട്ട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങി നേരിട്ട് അവർക്ക് പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുന്ന ആ ഒരു മോഡല് ഫോളോ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അതായത് നമ്മൾ ഏത് കാര്യങ്ങളും ആ പ്രോഡക്റ്റിനെ ആശ്രയിച്ചിരിക്കും. ഞങ്ങളുടെ ഐറ്റം ശരിക്കും ആക്ച്വലി സ്റ്റെബിലൈസർ വലിയൊരു സംഭവം എന്നല്ല. അതായത് വിദേശത്ത് അത് ഇല്ലതാനും അറിയാലോ. അപ്പോൾ ഇതൊരു റെഫ്രിജറേറ്ററിൻ്റെ കൂടെ പോണ ഐറ്റാണ്. അത് തന്നെയല്ല, ഞാൻ തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ റെഫ്രിജറേറ്റർ മാത്രമേ ഉള്ളൂ. അപൂർവം ചില ഓഫീസ് കെട്ടിടങ്ങളിൽ മാത്രം എയർ കണ്ടീഷനിങ് ഉണ്ട്, അപൂർവം. ടി വി വന്നത് 85-ലാണ്. കേരളത്തിൽ ടി വി വന്നത് 82, 85-ലാണ്. ആദ്യം ട്രിവാൻഡ്രത്താണ് ഒരു മറ്റേ റിലേ സ്റ്റേഷൻ വരുന്നത്. അത് ആ കൂടി ഒരു ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ അത് പിന്നെ കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിൽ വന്നപ്പോൾ 85 മറ്റായി, അപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നിറയെ ഗ്രെയിൻസ് ചാട്ടമൊക്കെ ആയിരുന്നു. എനിവേ, അപ്പോൾ അതിനും ഈ സ്റ്റെബിലൈസർ വേണം, കാരണം അല്ലെങ്കിൽ ടി വി കേടാവണോ പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെ ഒരു ഗുണം കിട്ടി കേട്ടോ നമുക്ക് മാർക്കറ്റ് ഡബിൾ ചെയ്യാനായിട്ട്. സ്റ്റെബിലൈസർ റെഫ്രിജറേറ്ററിന് മാത്രമല്ല ടിവിക്ക് വന്നു. പിന്നെ ഒരു ഗൾഫ് ബൂം ഉണ്ടായിരുന്നു 80s 90s പീരീഡിൽ ഉള്ള ഗൾഫ് ബൂം. അങ്ങനെ വന്നപ്പോൾ വീടുകളിലൊക്കെ ധാരാളം ഫ്രിഡ്ജ് വാങ്ങിക്കലും ടി വി വാങ്ങിക്കലൊക്കെ സർവ്വസാധാരണമായി. കാരണം ഗൾഫിൽ നിന്ന് സാധനം കൊണ്ടുവന്നതാണോ അതോ പൈസ കൊണ്ടുവന്നവരും ഇങ്ങോട്ട് കാശ് അയക്കുന്നവരും കൺസംഷൻ കൂടി. ഓക്കെ, അപ്പൊ അതും ബിസിനസ്സിന് കാര്യമായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 1990s ലിബറലൈസേഷൻ വന്നപ്പോൾ ശരിക്കും എന്താണ് ബിസിനസ് സംഭവിച്ചത്? നമ്മളതൊക്കെ വായിച്ചു കേട്ടിട്ട് 90s ലിബറലൈസേഷൻ എന്തായിരുന്നു വെച്ചാൽ എന്തായിരുന്നു എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. പക്ഷേ മാറി നിന്ന് നോക്കുമ്പോൾ അതുവരയ്ക്ക് ഈ പറഞ്ഞ മാതിരി ഇന്ത്യയിൽ 3 ബ്രാൻഡ് കാറുകളുണ്ടായിരുന്നുള്ളൂ. ഒരു അംബാസഡർ, ഒരു പ്രീമിയർ പത്മിനി, പിന്നെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട് തെല്ലിപ്പള്ളി സാധനം അതൊക്കെ നിന്നുപോയി. എനിവേ, പിന്നെ നോക്കുമ്പോൾ പുതിയ പുതിയ ബ്രാൻഡുകൾ, വിദേശ ബ്രാൻഡുകളൊക്കെ വരുന്നു. അപ്പോൾ ഈവൻ വിദേശ റെഫ്രിജറേറ്റർ ബ്രാൻഡുകൾ വരുന്നു, അല്ലെങ്കിൽ എയർ കണ്ടീഷണർ ബ്രാൻഡുകൾ വരുന്നു. അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഗുണമേ ചെയ്തുള്ളൂ. സ്റ്റെബിലൈസറിന് പുറത്തുനിന്ന് ബ്രാൻഡ് വരില്ല, കാരണം അത് പുറത്ത് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അതൊരു വളരെ വളരെ കാര്യമായി നമ്മുടെ ബിസിനസിനെ ഹെൽപ്പ് ചെയ്ത് കാണില്ലേ. അപ്പോൾ ഒരു ചിലരൊക്കെ പറഞ്ഞു വിദേശത്തു നിന്നൊക്കെ വരുന്ന സ്റ്റെബിലൈസറിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒന്നും സ്റ്റെബിലൈസർ ആവശ്യം വരില്ല, അത് കാരണം നിങ്ങളുടെ കാര്യം പോക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അതിനാണ് കൂടുതൽ വേണ്ടി വന്നത്. കാരണം അവിടെ ഫ്ലക്ച്വേഷൻ ഇല്ലാത്ത കാരണമുണ്ട്, അവര് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. നമ്മളുടെ ചില കാസർഗോഡൊക്കെ വോൾട്ടേജേ ഇല്ല, അത് ഡബിളാക്കി കൊടുത്തിട്ട് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ നേരത്തെ സാർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റിൽ പമ്പ്സിലേക്കും ഹീറ്ററിലേക്കും മറ്റ് പ്രൊഡക്ട്സിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്തു. അതെന്താണ്? ഞാൻ പറയാം, എനിക്ക് 77 തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് 82, 83 ആയപ്പോഴേക്കും പമ്പ് തുടങ്ങി. എന്തുകൊണ്ടാണ് അപ്പോൾ എപ്പോഴാണ് ഒരു ഓൺട്രപ്രണർ പുതിയൊരു പ്രൊഡക്റ്റ് ലൈനിനെ പറ്റി ചിന്തിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ചിന്തിക്കേണ്ടത്, എപ്പോഴാണ് ചിന്തിക്കേണ്ടത്? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ശങ്ക. കാരണം ഇതെന്നും നിന്ന് പോവും. കാരണം ഓരോ കൊല്ലം ഇലക്ട്രിസിറ്റി ബോർഡിലെ മിനിസ്റ്റർ പറയുന്ന അടുത്ത കൊല്ലം തൊട്ട് എല്ലാം ഞങ്ങൾ ശരിയാക്കും, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല. വായിക്കുന്നവർക്ക് സുഖമാണ് കേൾക്കാൻ. നമ്മുടെ
ബിസിനസ് മുഴുവനായി ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യാം. പക്ഷെ നേരെ സംഭവിച്ചിട്ടില്ല കേട്ടോ. ശരി. അപ്പോൾ ആ ഒരു പേടിയിൽ നിന്ന്, അതായത് കറണ്ട് പ്രൊഡക്റ്റിൻ ത്രെട്ടിലായേക്കാം ഒരു ശങ്കയിൽ നിന്ന് കൂടിയാണ് പുതിയൊരു പ്രൊഡക്റ്റ് ചിന്തിച്ചു തുടങ്ങിയത് അല്ലേ? അതും പിന്നെ ഈ പറഞ്ഞ മാതിരി വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ഇനി എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ്? അപ്പോൾ വാട്ട് നെക്സ്റ്റ് ചിന്തിച്ചപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്തുകൊണ്ടാണ് പമ്പ് ഡിസൈഡ് ചെയ്തത്? എന്തായിരുന്നു അവിടുത്തെ പ്രോസസ്? സിമ്പിൾ 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഞാൻ കലൂർ ആദ്യം ഒരു ചെറിയ വീട് വെച്ചപ്പോൾ ആദ്യമൊക്കെ കോർപ്പറേഷൻ വെള്ളം വീടിൻ്റെ 2ാം നിലയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കയറിയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കയറാതായി. വെള്ളം മുകളിലേക്ക് കയറുന്നില്ല. രാത്രി എങ്ങാനും കുറച്ച് നേരം കയറുകയുള്ളൂ. അപ്പോൾ എൻജിനീയറാ പ്ലംബറാ പറഞ്ഞു, സാർ ഇപ്പോൾ എല്ലാവരും താഴെ ഒരു ടാങ്ക് ഉണ്ടാക്കുകയാണ്, എന്നിട്ടൊരു എക്സ്ട്രാ പമ്പ് വെച്ച് മുകളിലേക്ക് അടിക്കുകയാണ്. ശരി, നമ്മളൊരു ടാങ്ക് ഉണ്ടാക്കി ഒരു 1/2 HP പമ്പ് വാങ്ങിച്ചു വയ്ക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എല്ലാ വീട്ടിലും ഈ ആവശ്യം വരില്ലേ. അപ്പോൾ നോക്കുമ്പോൾ ഇന്നിപ്പോൾ അതല്ലേ ഉള്ളൂ. ഏതെങ്കിലും വീടിൻ്റെ 2nd ഫ്ലോറിലേക്ക് കോർപ്പറേഷൻ വെള്ളം കയറുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി പതുക്കെ പമ്പുകൾ വേറെ മാർക്കറ്റിൽ ഉണ്ട്. പക്ഷെ നമ്മൾ പ്യുവർലി കോൺസെൻട്രേറ്റ് ചെയ്തത് ഈ ഡൊമസ്റ്റിക് പമ്പ്സാണ്, അതായത് 2 HP താഴെയുള്ള പമ്പുകളായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റെബിലൈസർ തുടങ്ങുമ്പോൾ പറഞ്ഞു, അപ്പോൾ ആ ജോലിയിൽ നിന്ന് ഇറങ്ങി ഒരു ഉപജീവന മാർഗം വേണമായിരുന്നു. അപ്പോൾ ഇത്രയും 50 സ്റ്റെബിലൈസർ വിറ്റാൽ അത് വരുമെന്ന് മനസ്സിലായി. പക്ഷെ പമ്പിലേക്ക് പോയപ്പോഴേക്കും ഓൾറെഡി ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ ആയിരിക്കെ കുറേയും കൂടെ സയന്റിഫിക് ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചോ? ഈ മാർക്കറ്റ് എത്ര വലുതാണ്, ഇതിന്റെ കോസ്റ്റ് എപ്പോഴും. അതായത് ഞാൻ എൻ്റെ വീട്ടിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ വീടുകളിലും മേടിക്കേണ്ടി വരും. അതുപോലെ ഈ പുതിയ വെർട്ടിക്കൽ തുടങ്ങുമ്പോൾ പല ബിസിനസ്സുകളും പാളിപ്പോകുന്ന അവിടെയാണ്. കാരണം ഈ മെയിൻ ഫൗണ്ടറിന്റെ ശ്രദ്ധ മാറിപ്പോ. എനിക്കും പാളിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അതായത് ഇപ്പോൾ പിന്നത്തെ ഒരു ഐറ്റം ആയിരുന്നു ഈ മറ്റേ ഇലക്ട്രോണിക് ക്ലോക്ക്, വാൾ ക്ലോക്ക്. അത് നമ്മൾ വലിയ പ്രതീക്ഷയിൽ ഈവൻ പരസ്യമൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ആഡ് ഫിലിമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ടോ നമ്മൾ വിചാരിക്കുന്ന പ്രൈസ് കിട്ടിയിരുന്നില്ല. കാരണം അത് ഡൽഹിയിൽ നിന്നൊക്കെ എന്താ പറയുക തവിട്ടിലൊക്കെ കൊടുക്കാൻ തയ്യാറായിട്ട് കുറേ കമ്പനിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതായത് പുതിയ വെർട്ടിക്കൽ തുടങ്ങുമ്പോൾ അത് ചെറിയൊരു ടീം വെച്ച് തുടങ്ങിയിട്ട് അതിനെ ഓർഗാനിക്കലി പിന്നെ അങ്ങ് വളരാൻ വിടുകയാണോ, അതോ ഇപ്പം നമുക്ക് ബിക്കോസ് വി ക്യാൻ നമ്മുടെ അടുത്ത് റിസോഴ്സ് ഉണ്ടെങ്കിൽ ആദ്യമേ ഒരു വലിയൊരു ടീമിനെ സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ എക്സിസ്റ്റിംഗ് മറ്റ് ടീമിന്റെ റിസോഴ്സിനെയൊക്കെ ഉപയോഗിച്ചിട്ടാണോ പുതിയ വെർട്ടിക്കൽ? എപ്പോഴും നമ്മൾ ഓരോ വെർട്ടിക്കൽ മാറുന്നത് കഴിവുള്ള 2-3 പേരെ വിളിച്ചിട്ട് അതിലേക്ക് മാറ്റും. ആദ്യം ചെറിയൊരു ടീമായിരിക്കും. പിന്നെ ആ ഫീൽഡിൽ പരിചയമുള്ള വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് 1-2 പേരെ വിളിക്കേണ്ടി വരും. അല്ലാതെ ഇപ്പോൾ ഞങ്ങളുടെ ആർക്കും തന്നെ പമ്പിനെ പറ്റി അറിയില്ലായിരുന്നു. ഒരു ഡൊമൈൻ എക്സ്പേർട്ടിനെ പുറത്തുനിന്ന് ഹയറും ചെയ്യും നമ്മുടെ ടീമിലുള്ള. അല്ല, അവരേറ്റവും ടോപ്പായിരിക്കണം എന്നില്ല, പക്ഷെ ടോപ്പിലിരിക്കുന്നത് നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ, നമ്മുടെ മുൻപരിചയമുള്ളവര്. അതായത് ആ മേഖലയിലെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് കൊണ്ടുവരാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ അല്ലേ, റെഡ് ഫ്ലാഗ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ വളരെ ഇൻട്രസ്റ്റിംഗ്. എനിക്ക് തോന്നുന്നു അതൊരു വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ലെസൺ ആണ്. കാരണം ബിസിനസ്സുകൾ ഇങ്ങനെ വളരുമ്പോൾ പലർക്കും ഒരു ധൃതി ഉണ്ടാകും, കൂടുതൽ ചെയ്യണം, പുതിയ വെർട്ടിക്കൽ തുടങ്ങണം. അങ്ങനെ പോകുമ്പോൾ എല്ലാത്തിലെയും ഫോക്കസ് നഷ്ടപ്പെട്ടിട്ട് ഒന്നും നന്നാവാതെ പോകുന്ന പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് വീഗാർഡിന്റെ ജേർണി നമുക്ക് IPOയിൽ എത്തി നിർത്താം. 2008 IPO ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് IPO ചെയ്യാൻ തീരുമാനിച്ചത്? അതിന് മുമ്പ് എൻ്റെ ലൈഫ് ഏറ്റവും വലിയൊരു വഴിത്തിരിവ് 2000 ഞങ്ങൾ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് കിടക്കുന്നത്. അമ്യൂസ്മെന്റ് പാർക്ക് അത് ഇതുപോലെ തന്നെ. അപ്പോഴേക്കും കമ്പനിയിൽ ധാരാളം മാനേജേഴ്സായി, എൻജിനീയേഴ്സായി, അക്കൗണ്ടൻസായി. അപ്പോൾ എനിക്ക് മാറി ചിന്തിക്കാനുള്ള സാഹചര്യമായി, സാമ്പത്തികം കുറച്ച് സ്ട്രോങ് ആയി. ഇടയ്ക്കിടയ്ക്ക് ഫോറിൻ ടൂറൊക്കെ പോകാറുണ്ട്. അപ്പോൾ പിള്ളേർ സ്കൂളിൽ പഠിക്കുകയാണ്, അപ്പോൾ അവരെയും കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ പോയിരുന്നു, അവരെ സൂചിപ്പിക്കാനായിട്ട്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ല, അല്ലെങ്കിൽ ഡൽഹിയിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ബോംബെയിൽ SL വേൾഡ് ഉണ്ട്, ഡൽഹിയിൽ അപ്പൂഗർ, പിന്നെ കിഷ്കിന്ദാന്ന് വെച്ചിട്ട് ചെന്നൈയിലുണ്ടായിരുന്നു. എനിവേ, അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ആശയത്തിന് മുറുകെ പിടിച്ചത്. അതിനുള്ള ധൈര്യം കിട്ടിയത് നമ്മുടെ ഈ ടീം തന്നെയാണ്. ഞാൻ എപ്പോഴും ആളുകളെ ധൈര്യമായിട്ട് വിശ്വസിക്കും, ധൈര്യമായിട്ട്
അവർക്ക് അതോറിറ്റി കൊടുക്കും, ധാരാളം റെസ്പോൺസിബിലിറ്റി കൊടുക്കും, ഫ്രീഡം കൊടുക്കും. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്നെക്കാളും മിടുക്കരായിട്ടുള്ളവരവിടെ പൊങ്ങി വരാൻ തുടങ്ങി. അപ്പോൾ അവർക്കൊക്കെ ഒരു പണി കൊടുക്കണ്ടേ. പക്ഷെ നേരത്തെ പറഞ്ഞതെല്ലാം നേരത്തെ വോട്ട് നെക്സ്റ്റുകളെല്ലാം വീഗാർഡിന് അകത്ത് നിന്നായിരുന്നു. അപ്പോൾ ഇത് വീഗാർഡിന്റെ പുറത്തു പോയി വേറൊരു കമ്പനി ഫോം ചെയ്യാണ്. അപ്പോൾ ഇവിടുത്തെ തോട്ട് ശരിക്കും എന്തായിരുന്നു? ഇവിടെ നേരത്തെ പോലെ പമ്പിന്റെ പോലെയാണോ ചിന്തിച്ചത്? അത് ഇവിടെ സയന്റിഫിക് ആയോ? ഇതിന്റെ മാർക്കറ്റ് എന്താണ്? ഇത് മുന്നിലേക്ക് ഇനി എന്താകും? എന്ത് റവന്യൂ വരും? അത് ഞാൻ അപ്പോഴും MBA പഠിച്ചിട്ടില്ലല്ലോ. അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്നുമില്ല. അതായത് ഒരു ചെറിയ ടീമിനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു, വീഗാർഡിൻ്റെ ഉള്ളിൽ നിന്ന്. അവർക്ക് ആർക്കും ഓരോ സെക്ഷനിൽ ഒരാൾ അക്കൗണ്ട്സിൽ എക്സ്പെർട്ട്, ഒരാൾ ടെക്നോളജിയിൽ എക്സ്പെർട്ട്, ഒരാൾ മാർക്കറ്റിങ്ങിൽ എക്സ്പെർട്ട്. ഇവർക്ക് ആർക്കും അവർ അമ്യൂസ്മെൻറ്റ് പാർക്ക് കണ്ടിട്ടേ ഇല്ല. അവർ പാസ്പോർട്ട് പോലും ഇല്ല. അപ്പോൾ അവർക്കൊക്കെ പാസ്പോർട്ട് എടുപ്പിച്ച് പിന്നെ ഒരു ആർക്കിടെക്റ്റ് യങ് പാസ് ഔട്ടായിട്ട് അധികം നാളായിട്ടില്ല. പക്ഷെ അയാൾ റാങ്ക് ഹോൾഡറൊക്കെ ആയിരുന്നു. അയാൾ വേറെ ചില കെട്ടിടങ്ങളൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെ കൊണ്ടൊക്കെ പാസ്പോർട്ട് എടുപ്പിച്ച് ഞാനും ഇവരും കൂടിയിട്ട് വിദേശത്തൊക്കെ പോയി കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ തുടങ്ങണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. പോയി കണ്ടത് അത് പലതും പോയിട്ടുണ്ട്. ഞാൻ ആ കണക്കിന് ഞാനായിരിക്കും ചിലപ്പോൾ ഇപ്പം തന്നെ അരുണായിരിക്കാം, ആ കാലഘട്ടത്തിൽ ഞാനായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ട ആള്. ഇതെല്ലാം ചോദിക്കാൻ കാരണം മറ്റേ പമ്പ് തുടങ്ങിയതുപോലെയോ ഹീറ്റർ തുടങ്ങിയ പോലെയല്ല, ഇത് ഭയങ്കര ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് കൂടിയായിരുന്നു. അപ്പൊ അത്ര വലിയൊരു പ്രൊജക്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് കുറെ ചിന്തിച്ച് കാണില്ലേ, കുറെ അനാലിസിസ് ചെയ്ത് കുറെ പ്രൊജക്ഷൻസ് നടത്തി. നമുക്ക് ശരിക്കും പറഞ്ഞാല് നമുക്കൊരു ആവേശം മൂത്ത് കഴിഞ്ഞാലേ അതില് അത് വിജയിക്കുന്ന അങ്ങോട്ട് തോന്നുകയാണ്. അപ്പോൾ വിജയിക്കാനുള്ള സാധ്യതകളാണ്. കാരണം എന്തുകൊണ്ട് ഇത്രയും NRIs ഒക്കെ ഉണ്ട്, അവരൊക്കെ ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഒരു ഫാമിലിയായിട്ട് വരും. ഇനിയുള്ള കാലത്ത് ഇത് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെയും പതുക്കെ വരില്ല. നമ്മൾ സ്റ്റെബിലൈസർ തുടങ്ങിയപ്പോൾ ഒരു മനക്കണക്ക് പെട്ടെന്ന് നടത്തി 50 വിറ്റാൽ ഇത്ര പൈസ വരും. അപ്പൊ അങ്ങനെ ഒരു മനക്കണക്ക്, ഒരു ക്വിക്ക് മനക്കണക്ക് ഉണ്ടായിരുന്നു. ഇത്ര കോടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഇത്ര ടിക്കറ്റ് ആണ് വിൽക്കേണ്ടത്. ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി കണക്കൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കിയപ്പോൾ മിനിമം ഒരു 20 കോടി ഇല്ലാതെ അന്നത്തെ കാലത്ത് 2000-ല് സാധിക്കില്ലായിരുന്നു. അത് പ്രോഫിറ്റബിൾ ആവുമോ ഇല്ല എന്നുള്ളത് രണ്ടും കൽപ്പിച്ച് നമുക്ക് പരീക്ഷിച്ച് നോക്കാം എന്നുള്ളൊരു ധൈര്യത്തിൽ തന്നെയായിരുന്നു അത്. അപ്പോൾ അതൊരു വലിയ ധൈര്യമാണല്ലോ. അപ്പൊ അത് കൂടെ ധൈര്യം തരാൻ എന്താ ടീമായിരുന്നോ, ഫാമിലിയാണോ, മക്കളായിരുന്നോ, എങ്ങനെയാണത്? അല്ല, ആര് ഫാമിലിക്കും ഇതിനെപ്പറ്റി അറിയില്ല, ടീമിനും അറിയില്ല. ഞാൻ പറയും എന്റർപ്രണറുടെ റിസ്ക്കാണ് എല്ലാം. അതായത് എന്റർപ്രണറാണ് എല്ലാം, എന്താ പറയുക, അതിൻ്റെ റിസ്ക് ഓൺ ചെയ്യേണ്ടത്. എന്നാലും കാൽക്കുലേറ്റഡ് റിസ്ക് ആയിരിക്കുമല്ലോ ഒരു പരിധിയിൽ. സാറിന്റെ മനസ്സിലോ എവിടെയെങ്കിലും ഒരു കാൽക്കുലേഷൻ ഉണ്ടായി കാണണമല്ലോ. അത് ഇത്രയായിരുന്നു. അതായത് ഞാനത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്ത് മാത്രമല്ല, ഇന്ത്യയിലത്തേക്കൊന്ന് പോയി കറങ്ങി നോക്കി. ഈ പറഞ്ഞ SL വേൾഡ്, അപ്പൂഗർ, അല്ലെങ്കിൽ ഈവൻ ഹൈദരാബാദ് ഉണ്ടായിരുന്നു, പിന്നെ ഈവൻ കൽക്കട്ടയിലുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളൊക്കെ മെച്ചപ്പെടുത്തി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. തുടങ്ങിയതിനു ശേഷം എങ്ങനെ ഉണ്ടായി? വീഗാർഡ് പോലെ തന്നെ ആദ്യമേ തന്നെ ഗ്രോത്ത് ഉണ്ടായിരുന്നു. പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടന്നു. പിന്നെയും അത് ഗ്രോത്ത് ഞാൻ മനസ്സിലാക്കുന്ന വണ്ടർല 4 വണ്ടർലകളായി നിൽക്കുന്നുണ്ട് അല്ലേ? ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഭുവനേശ്വർ, ചെന്നൈയിലെ വർക്ക് നടക്കുന്നു. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ, അതായത് മക്കളൊക്കെ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് പയ്യെ 2004, 2006 ഒക്കെ ആയപ്പോൾ ബിസിനസ്സിൽ ജോയിൻ ചെയ്തു. പിന്നെ അവിടെ നിന്നുള്ള കഥ പിന്നെ അവരോട് ചോദിക്കണം. അവരുമായിട്ടും എന്തെങ്കിലും ഇരിക്കാൻ ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്, അതെ, മുന്നിലേക്കുള്ള സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യാൻ. അതുപോലെ തന്നെ വണ്ടർല തുടങ്ങിയ സമയത്ത് മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായി. കേരളത്തിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഇത് നട്ടും ബോൾട്ടും കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഊരിക്കൊണ്ട് പോകാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ എന്താണ് ശരിക്കും അന്ന് എസ്കലേറ്റ് ആയത്? വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? വലിയ പ്രശ്നങ്ങളല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളൊപ്പം നിൽക്കണമല്ലോ. അതായത് ആദ്യം പറഞ്ഞില്ലേ, പണ്ടൊരു സമരം ഉണ്ടായി, പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ കെട്ടടങ്ങി. പിന്നീട് ഇവിടെ വണ്ടർല തുടങ്ങിയ സമയത്തും ചെറിയ റിസലുകളൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിലത് ഒരു പതിവാണല്ലോ. അപ്പോൾ പക്ഷേ ഇപ്പം നമ്മളെ
പിടിച്ചാൽ കിട്ടില്ല എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണമല്ലോ. അപ്പൊ അങ്ങനെ വണ്ടർല തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ എല്ലാ ദിവസവും കുറെ സമയം അവിടെയാണോ സ്പെൻഡ് ചെയ്തത്? ഹാഫ് ഡേ അവിടെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. ഹാഫ് ഡേ അവിടെയും ഹാഫ് ഡേ വീഗാർഡായിരുന്നു. എത്ര നാളുകൾക്ക് ശേഷമാണ് പിന്നെ വണ്ടർലയിൽ ടൈം സ്പെൻഡ് ചെയ്യാതെ ആയത്? അല്ല, അത് എനിക്ക് ചാൻസ് കിട്ടിയാൽ ഞാൻ വണ്ടർലയിലേക്ക് പോകും. കാരണം അത് ഒരു എൻജോയ്മെന്റ് കിട്ടുന്ന സ്ഥലമാണ്. അതായത് ചുറ്റി നടക്കാനും. അപ്പോൾ അത് സ്ഥിരമായിട്ടും ഞാൻ വണ്ടർലയിൽ പോകുമായിരുന്നു. അവിടെ എനിക്ക് തന്നെ ഒരു റൂമുണ്ട്, എനിക്ക് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ വീഗാർഡിന്റെ കേസിൽ പറഞ്ഞപ്പോൾ ഗ്യാരണ്ടി അല്ല, നമ്മൾ പ്രൊഡക്റ്റും ക്വാളിറ്റിയും സർവീസും പറഞ്ഞു. അതുപോലെ വണ്ടർല വിജയിപ്പിച്ചതിൽ എന്തെങ്കിലും? അവിടെയും ഞാൻ ഓർക്കുമ്പോൾ കേരളത്തിൽ അപ്പോഴും മറ്റ് ചെറിയ പാർക്കുകൾ പല സ്ഥലങ്ങളിൽ വന്നു, പക്ഷെ വണ്ടർല ആയത്. അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിച്ചത് കൊണ്ടായിരിക്കാം? അല്ല, അത് ഗെയിം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കസ്റ്റമർ കെയർ. അതായത് എൻഡ് യൂസർ, അതാരാണ് എൻഡ് യൂസർ. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതായത് വരുന്നവർക്ക് ക്വാളിറ്റി, ഹൈജീൻ, ത്രില്ല്, പിന്നെ ബ്യൂട്ടി, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെ അവിടെ വണ്ടർലയിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആൾക്കാർ വരുന്നത്? സമ്മർ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ പോകുന്നില്ല, അന്ന് വീഗാലാൻഡ് ആണല്ലോ, ചെറുപ്പത്തിലെ സമ്മർ വെക്കേഷൻ ആകുമ്പോൾ ആഗ്രഹിക്കും. അപ്പോൾ നമ്മൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമാണ്. റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും അന്ന് തുടക്കത്തിൽ തന്നെ 200 rupees ചാർജ് ചെയ്തു. അതൊരു വല്ലാത്ത ചാർജ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് വാങ്ങിച്ചേ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ വണ്ടർല പോലൊരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു വ്യത്യസ്തത വീഗാർഡിനെ നിന്നുള്ള വ്യത്യസ്തത എന്ന് പറയുമ്പോൾ വീഗാർഡ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും സപ്ലൈ ഉണ്ടാക്കിയിട്ട് ഡിമാൻഡ് എത്ര ഉണ്ടെങ്കിലും നമുക്കത് കൊടുക്കാൻ പറ്റും. പക്ഷെ വണ്ടർല പോലൊരു ഒരു ബിസിനസ് ആകുമ്പോൾ ഡിമാൻഡിന് അത്ര സപ്ലൈ ഇല്ല. കാരണം ഒരു ദിവസം ഒരു പാർക്കിൽ ഇത്ര ആൾക്കേ കയറാൻ പറ്റുള്ളൂ, ഒരു സീലിംഗ് ഉണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാ നോക്കി കണ്ടത്? അപ്പൊ ഒരു സീലിംഗ് ഉള്ള ബിസിനസ് ആണ്, അപ്പൊ പെട്ടെന്ന് ഡിമാൻഡ് കൂടിയാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് ഒരു വേരിയബിൾ പ്രൈസിങ് കേരളത്തിൽ അവതരിപ്പിച്ച് ഞാനായിരുന്നു. അതായത് സാറ്റർഡേ സൺഡേ റേറ്റ് കൂടുതലായിരുന്നു തുടക്കം തൊട്ടേ. അപ്പോൾ ആളുകൾ കളിയാക്കി, അതായത് വരാൻ ഉദ്ദേശിക്കുന്ന റേറ്റിൽ നിങ്ങൾ ഈ സമയത്ത് ദിവസം 200 ആണെങ്കിൽ മറ്റത് 240 അത് ഒരു കത്തിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ട്. എനിവേ, അപ്പോൾ ആളുകളെ ഒന്ന് ഈവൺ ഔട്ട് ആവണമെങ്കിൽ, അതായത് വേറെ ദിവസം വരാൻ താല്പര്യമുള്ളവർക്ക് റേറ്റ് കുറവാന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാനും, പിന്നെ സ്കൂൾ കുട്ടികളൊക്കെ വരുന്ന ദിവസങ്ങളിലായിരിക്കും. അപ്പോൾ അവർക്ക് പിന്നെ എഗെയിൻ കൺസെഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം പോയാൽ ആ ദിവസം നഷ്ടപ്പെട്ടല്ലോ. അപ്പം അങ്ങനെ പാക്ക് ചെയ്യാൻ നോക്കണമല്ലോ. സീസണിലുമായിരുന്നു ബിസിനസ്, മഴക്കാലത്ത് മേ ബി ബിസിനസ് കുറയും, വെക്കേഷൻ സമയത്ത് ബിസിനസ് കൂടും. അപ്പം അങ്ങനെ വളരെ അതുകൊണ്ട് അതാണ് ഈ മഴക്കാലത്ത് നാച്ചുറലി കുറവായിരിക്കും. അത് നമ്മൾ കരുതണം. 365 ദിവസം ഇല്ലെങ്കിലും ഒരു 250 ദിവസം കിട്ടിയാൽ മതി. തീർച്ചയായും. അതിനുശേഷം അപ്പോൾ ഈ സീരിയൽ ഓണ്ടർപ്രണറായി, ഇപ്പോൾ നമ്മൾ വീഗാർഡിൽ നിന്ന് വണ്ടർലേക്ക് പോയ കഥയാണ് ഇപ്പോൾ സംസാരിച്ചത്. പക്ഷെ പിന്നെയും വേറെ കുറേ വെഞ്ചേഴ്സ് ഉണ്ട്. വി സ്റ്റാർ സൈഡിൽ ഉണ്ടായിട്ടുണ്ട്, അതിനുശേഷം ഇപ്പോൾ വീഗാലാൻഡ് ഹോംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടൈം ലൈൻ എന്താണ്? ഏത് കാലഘട്ടത്തിലാണ് പിന്നെയും കൂടുതൽ പുറത്തേക്ക് ചിന്തിച്ചത്? ഈ സ്റ്റാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് എൻ്റെ കോൺട്രിബ്യൂഷൻ 0 ആണ്. ഓ, ശരി. അത് വൈഫ് ഷീലയാണ് അത് തുടങ്ങാനായിട്ട് താല്പര്യം കാണിച്ചത്. അതിന് കാരണം പിള്ളേരൊക്കെ അതേമാതിരി കോളേജിലായപ്പോൾ ഷീലയ്ക്ക് ഒരുപാട് സ്പെയർ ടൈം ഉണ്ടെന്ന് തോന്നി. പിന്നെ അവൾ നന്നായിട്ട് പടം വരയ്ക്കുമായിരുന്നു, ഡിസൈൻ ചെയ്യുമായിരുന്നു, ഇവൻ തയ്ക്കുമായിരുന്നു, ഡ്രസ് മേക്കിങ്ങിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഷീല ഈ ലൈനിലേക്ക് കിടക്കുന്നത്. ഞാൻ കുറച്ച് ഇൻവെസ്റ്ററായിരുന്നു. അപ്പോൾ അത് പക്ഷെ ഞാൻ കൃത്യമായിട്ട് അതിന് പലിശ വാങ്ങിച്ചിരുന്നു. എല്ലാത്തിനും കണക്ക് വേണമല്ലോ. പക്ഷെ വി സ്റ്റാർ ഇന്ന് വളരെ വലിയ റവന്യൂകൾ ചെയ്യുന്ന നല്ല അവസ്ഥയിൽ മുന്നിലേക്ക് ഇപ്പൊ പ്രൊഫഷണൽ മാനേജ്മെന്റ് ആണോ? ഇപ്പൊ ധാരാളം മാനേജേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്. അതുപോലെ വീഗാലാൻഡ് ഹോംസ് സംഭവിക്കുന്നത് എന്നാണ്? അതെന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ല, 2004, 2006 ആയപ്പോൾ ആദ്യത്തെ ആൾ, രണ്ടാമത്തെ ആളൊക്കെ ബിസിനസ്സിലേക്ക് വന്നു.
അവർ ഇതേമാതിരി ലോവർ ലെവലിലൊക്കെ പരിചയിച്ച് പിന്നെ പതുക്കെ പതുക്കെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി കൊടുത്തു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇവർക്ക് കൂടുതൽ ഉത്തരവാദിത്വം വരണമെങ്കിൽ അത് V-Guard എന്തുകൊണ്ട് പബ്ലിക് ഇഷ്യൂ പോയിക്കൂടാ. കാരണം എക്സ്പാൻഡ് ചെയ്യട്ടെ. കാരണം ഞാനുള്ള സമയത്ത് സൗത്ത് ഇന്ത്യ മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ഇവർക്കൊരു പണി കൊടുക്കണ്ടേ. അപ്പോൾ മിഥുനായിരുന്നു V-Guard, അരുണായിരുന്നു വണ്ടർലയിൽ. അതിന് കാരണമൊന്നുമല്ല, അതായത് അരുൺ പഠിച്ചിറങ്ങി വന്ന സമയത്ത് ബാംഗ്ലൂർ പാർക്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക, ഒരു പകുതി പണി സ്റ്റേജിലായിട്ടുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ ബാംഗ്ലൂർ പോകാൻ മടിയാണ്. കാരണം അവിടുത്തെ പൊടിയും തിരക്കൊക്കെ കാണുമ്പോൾ, ഇവനാണെങ്കിൽ അവിടെ പഠിച്ചതാ 4 വർഷം എൻജിനീയറിങ്ങിന്. അപ്പോൾ അവനും ഫാമിലി അങ്ങോട്ട് വിട്ടു. അപ്പോഴും ഞാൻ എവരി 2 വീക്സ് അവിടെ പോകുമായിരുന്നു. അങ്ങനെയാണ് അത് രണ്ടുപേരും 2 ലൈനിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ ഏതൊരു വർഷത്തിൽ ആയപ്പോഴേക്കും അവര് ബിസിനസ് നോക്കി തുടങ്ങി? അതായത് മിഥുൻ V-Guardഉം അരുൺ വണ്ടർലേ? അല്ല, അപ്പോഴും ഞാൻ 2ലും ആക്റ്റീവായിരുന്നു, പകുതിയൊക്കെ ആയിട്ട്. പിന്നെ ഗെയിൻ അവിടുന്ന് പിന്നെയും കാലം കഴിഞ്ഞ് ഒരു 2010 ആയപ്പോഴേക്കും അവരൊക്കെ പഠിക്കാളൊക്കെ പഠിച്ചു. ഇനി പഠിച്ചില്ലെങ്കിൽ എന്നാൽ പഠിക്കാം എന്നുള്ളൊരു ധാരണയല്ലേ. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്നെ ഇതിലേക്ക് അധികം കിട്ടില്ല, നിങ്ങളായി. അപ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പ്രൊഫഷണൽസിനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പബ്ലിക് ഇഷ്യൂ പോകാൻ സാധിച്ചു. അങ്ങനെ പതുക്കെ നമ്മൾ മാറിയാലാണ് ഇവർ ഉത്തരവാദിത്വം വരുവുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഒരു ദിവസം പറയാണ്, ഇനി മുതൽ ഞാനുണ്ടാവില്ല, അല്ലെങ്കിൽ അടുത്ത കാലം തൊട്ട് ഞാനില്ല എന്ന് പറയാണ്. 2012 അല്ലേ 62 വയസ്സ്. ഇപ്പൊ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമ്മുടെ വ്യൂവേഴ്സിന് കുറെ പേര് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല താല്പര്യം ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ പബ്ലിക് ഇഷ്യൂവിനെ പറ്റി കുറച്ച് സംസാരിക്കണം. എന്തിനാണ് V-Guard IPO ചെയ്യാൻ തീരുമാനിച്ചത്? എന്തായിരുന്നു അതിന്റെ റീസൺ? എന്തായിരുന്നു? എൻ്റെ മനസ്സിൽ 2-3 കാര്യങ്ങളായിരുന്നു. ഒന്ന്, എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ പണം വേണം. മറ്റു സ്റ്റേറ്റുകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുമ്പോൾ പ്രൊഡക്ഷൻ കൂട്ടണം. അപ്പോൾ തീർച്ചയായിട്ടും പണം വേണം. 2 ഓപ്ഷനാണ്. ഒന്നല്ലെങ്കിൽ ലോൺ എടുക്കാം, അല്ലെങ്കിൽ വല്ല പ്രൈവറ്റ് ഇക്വിറ്റിയിലേക്ക് പോവാം. പക്ഷെ എന്തോ പ്രൈവറ്റ് ഇക്വിറ്റി എനിക്ക് മടിയായിരുന്നു. അതായത് അവർ നമ്മുടെ ബോർഡിലൊക്കെ വന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ ഒരു സുഖം തോന്നിയില്ലായിരുന്നു. അതെൻ്റെ ഒരു അഹങ്കാരമായിരിക്കാം. പക്ഷെ പബ്ലിക് ആകുമ്പോൾ നമുക്ക് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സാണ്, മറ്റൊരു റിയൽ ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ അവർ പറയും ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ആ കാര്യത്തിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. കാരണം അവർ ടോട്ടലി ഇൻഡിപെൻഡന്റ് ആണ്. എനിവേ, പക്ഷെ ഒരു പബ്ലിക് അക്കൗണ്ടബിലിറ്റി വരുമല്ലോ IPO. തീർച്ചയായിട്ടും അത് വരണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. കാരണം പിള്ളേര് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുമ്പോ വലിയ ജനങ്ങൾ തന്നെ ഒരു അക്കൗണ്ടബിലിറ്റിയിൽ അവര് ചോദിക്കട്ടെ എന്നുള്ള. എന്നിട്ടും ഞാൻ 2008 പബ്ലിക് ഇഷ്യൂ കഴിഞ്ഞിട്ട് കുറെ നാൾ കൂടെ ഉണ്ടായിരുന്നു. പബ്ലിക് ഇഷ്യൂ ഒരു എളുപ്പമുള്ള പ്രോസസ്സ് ആയിരുന്നില്ല എന്ന് കേട്ടിരുന്നു. അതായത് 82 രൂപയായിരുന്നു IPO പ്രൈസ് നിശ്ചയിച്ചത്, എന്നാൽ 60 രൂപയായിരുന്നു ലിസ്റ്റിംഗ് പ്രൈസ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈംസ് ആയിരുന്നു. അതെന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതേമാതിരി നമുക്ക് വലിയ മർച്ചൻ്റ് ബാങ്കറിൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ലായിരുന്നല്ലോ. ബാറ്റിലൊരു ചെറുകിട മർച്ചൻ്റ് ബാങ്കറായിരുന്നു. നമ്മൾ ആകെ കൂടി കളക്ട് ചെയ്യുന്ന മണി എത്രയോ 67 crores മറ്റോ കളക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പ്രൈസ് 82 rupees പ്രൈസ് എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് അത് പല റീസൺ കൊണ്ട് വിചാരിച്ചതിനേക്കാൾ ഒരു 3-4 മാസം വൈകി IPO നമ്മൾ പബ്ലിഷ് ചെയ്യാനായിട്ട്. അപ്പോഴേക്കും വലിയൊരു പ്രോബ്ലം വന്നു. 2008 സമയം. എന്നിട്ട് അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഈ മർച്ചൻ്റ് ബാങ്കർ പറയുകയാണേ കണ്ണടച്ചിട്ട്, അയ്യോ സാറേ ഇത് നീട്ടി വയ്ക്കേണ്ടി വരും. എന്താ കാര്യം? അല്ല അറിയില്ലേ സാറിന് ഇതൊന്നും അറിയില്ലേ? അതായത് മറ്റത്
വിദേശ വിപണി തകർന്നിരിക്കുകയാണ്. ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നിരിക്കുകയാണ്. അതിനെന്താ നമുക്ക് സെയിലുണ്ടല്ലോ, നമുക്ക് സെയിലിനൊരു കുറവില്ലല്ലോ, നമ്മുടെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മാർക്കറ്റ് സെന്റിമെന്റ്സ് അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നീട്ടി വയ്ക്കില്ല, ഇത് മിനിമം സബ്സ്ക്രൈബ് ചെയ്യിക്കാനൊക്കെ എനിക്ക് സാധിക്കും, കാരണം അതിനുള്ള റെപ്യൂട്ടേഷൻ V-Guardനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയും കോണ്ടാക്ട്സും അത്രയും കസ്റ്റമേഴ്സൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അവർക്ക് ധൈര്യം ഞാൻ കൊടുക്കേണ്ടി വന്നു അങ്ങോട്ട്. അവർ അതർവൈസ് നീട്ടി വയ്ക്കണമെന്നായിരുന്നു. പിന്നെ അതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 1-2 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരും പേടിച്ചിരിക്കുകയായിരുന്നു നീട്ടി വയ്ക്കണ്ടേന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞത് എത്ര ആണ് നീട്ടി വയ്ക്കേണ്ടി വരും? 3 months 6 months? അപ്പോൾ അതിനവർക്ക് ഉത്തരവില്ല. ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഇപ്പം തന്നെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എനിവേ സംഭവം പബ്ലിക് ഇഷ്യൂ പോയി. അതൊരു 3 times അവർ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞ് ട്രേഡിങ് തുടങ്ങിയപ്പോൾ തന്നെ പതുക്കെ പുറകോട്ടടിക്കാൻ തുടങ്ങി. പലരും വിഡ്രോ ചെയ്യാൻ തുടങ്ങി. കാരണം അവരുടെക്കുള്ള പ്രോബ്ലം കാരണം കൊണ്ട്. കാരണം അപ്പോഴേക്കും ലെയ്മൻ ബ്രദേഴ്സ് തകരുന്നു, അല്ലെങ്കിൽ ആ പ്രശ്നം ഈ പ്രശ്നം. പക്ഷെ ഞാൻ പറയുന്നത് ഞങ്ങളുടെ ബിസിനസ്സിന് കുഴപ്പമില്ലല്ലോ, V-Guard നന്നായിട്ട് പോകുന്നുണ്ടല്ലോ, ഇക്കൊല്ലം കഴിഞ്ഞ വർഷത്തേക്കാളും പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പോയി അതിൻ്റെ പ്രൈസ് 45 വരെയൊക്കെ താന്നു. ആ നേരത്ത് പറ്റാവുന്ന ഷെയർ ഞാൻ വാങ്ങിച്ചു കൂട്ടി. എന്ത് ചെയ്യാൻ പറ്റും? കാരണം പക്ഷെ അതിന് പരിധി ഉണ്ടല്ലോ, അറിയാലോ. അതായത് ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് പെർ ഇയർ വാങ്ങിക്കാൻ പറ്റുള്ളൂ. എത്ര ഡൈല്യൂട്ട് ചെയ്തിരുന്നു അതിന് മുൻപ്? IPOക്ക് മുൻപ് എപ്പോഴെങ്കിലും ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്തിരുന്നു? ഇല്ല, ഫുൾ ഓണർഷിപ്പ് ആയിരുന്നു. ഫുൾ ഓണർഷിപ്പ് ആയിരുന്നു. ഫാമിലി, അതായത് വിത്തിൻ ഫാമിലി. അപ്പൊ IPO നടത്തിയപ്പോ എത്ര ശതമാനമായിരുന്നു ഡൈല്യൂട്ട് ചെയ്തിരുന്നത്? അത് ഒരു അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അതിന് മുമ്പ് തന്നെ IPOയ്ക്ക് മുമ്പ് തന്നെ ഒരു 10% ഷെയർസ് രണ്ടും കൽപ്പിച്ച് ഞങ്ങളുടെ അതുവരെയ്ക്കുള്ള മാനേജേഴ്സിനും സ്റ്റാഫിനും നിങ്ങളോടെയും ഡ്രൈവേഴ്സിനും ഒരു മാട്രിക്സ് വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സോപ്പ് ഒന്നും പറയാൻ പറ്റില്ല. അല്ല, നേരെ ഷെയർ തന്നെ കൊടുത്തു. നേരെ ഷെയർ കൊടുത്തു, ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. വെസ്റ്റിംഗ് പീരീഡ് ഇല്ലാതെ? ഇല്ലില്ല, അതൊക്കെ ലിസ്റ്റിങ്ങിന് മുമ്പാണ്. അപ്പൊ എനിക്ക് ആരോട് ചോദിക്കാനില്ലല്ലോ. 10% കുറെ കാലമായി കൂടെ ഉണ്ടായിരുന്നവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. അത് ഇൻക്ലൂഡിങ് ഡ്രൈവേഴ്സിനൊക്കെ കിട്ടിയിരുന്നു, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ ചിലര് നല്ല കോടീശ്വരന്മാരായിട്ടുള്ളവരുണ്ട് കേട്ടോ. അല്ല, ഇതിപ്പോ പബ്ലിക് ഇഷ്യൂ കഴിഞ്ഞിട്ട് റീറ്റെയിൽ പബ്ലിക്കിൽ നിന്ന് വാങ്ങിച്ചവർ പോലും കോടീശ്വരായിട്ടുണ്ടാവും. കാരണം സ്റ്റോക്ക് അത്രയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അതെ, ശരിക്കും ഒരിക്കലും ഒരു തിരിഞ്ഞ നോട്ടമില്ലാത്ത രീതിയിലാണ് പ്രൈസ് മുകളിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഷെയർ ഹോൾഡറാണ് V-Guardല്. പറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് പതുക്കെ അനങ്ങാൻ തുടങ്ങിയത് മുകളിലേക്ക്. V-Guardല് ഞാൻ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഗെയിനിന്റെ പുറത്താണ് ഞാൻ പേഴ്സണലി ഇരിക്കുന്നത്. വണ്ടർലയിൽ ഞാൻ നേരിട്ട് വാങ്ങിച്ചിട്ടില്ലെങ്കിലും എന്റെ മ്യൂച്വൽ ഫണ്ടുകളിൽ വണ്ടർല ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും ഒരു ഷെയർ ഹോൾഡർ എന്ന നിലയിൽ താങ്കളുടെ മുന്നിൽ ഇരിക്കാൻ പറ്റിയതിൽ അതെ, തീർച്ചയായിട്ടും. അപ്പൊ എനിവേസ് പബ്ലിക്കിനപ്പോ അത്ര അതിനുശേഷം ഇങ്ങനെ പ്രൈസ് വാച്ച് ചെയ്യുമായിരുന്നു IPO? എനിക്കറിയില്ല, കാരണം അതായത് എങ്ങനെയാണ് ആൾക്കാർ വിശ്വസിക്കല്ല, എനിക്ക് V-Guardന്റെയും വണ്ടർലയുടെയും അല്ലാതെ വേറൊരു ഷെയർ എനിക്കില്ല, ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഇല്ല, ഒരു വേറെ കമ്പനിയുടെ ഒറ്റ ഷെയർ എനിക്കില്ല. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ഫോളോ ചെയ്യാറില്ല. ഞാൻ മറ്റേ വേറെ ആൾക്കാരുടെ റിസൾട്ട് ഞാൻ നോക്കാറില്ല. നമുക്ക് എന്ത് കാര്യം? കാരണം എൻ്റെ കയ്യിൽ അവരുടെ ഷെയർ ഇല്ലല്ലോ. എനിക്ക് എൻ്റെ കമ്പനിയുടെ ഷെയർ മാത്രം ഞാൻ ശ്രദ്ധിക്കും. അതാണ്. അപ്പൊ ആസ് എ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് a listed company, ഡെയിലി നമ്മുടെ കമ്പനിയുടെ പ്രൈസ് നോക്കും? ഇല്ല. അതോ ക്വാർട്ടർലി റിസൾട്ട് വരുമ്പോ അനൗൺസ് ചെയ്യുമ്പോ എന്താ ഇമ്പാക്ട് ഉണ്ടായി? അത് മാത്രം നോക്കും. അതുപോലും ഞാനൊന്നും ഈ എന്താണ് അവരുടെ ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ, അതായത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരുടെ കോൺകോൾ ഞാൻ പോവാറില്ല. അതൊക്കെ മിഥുനും അരുണ പോവുള്ളൂ. അതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിനൊന്നും എന്നെ കിട്ടില്ല എന്ന്. ഇതിന് ഭാഗ്യത്തിന് നിങ്ങൾക്ക് CJ ജോർജ്, പുള്ളി ഞങ്ങളുടെ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിരുന്നു. പിന്നെ
ഒരു PGR പ്രസാദ് മരിച്ചുപോയി. PGR പ്രസാദ് അന്ന് SBI മ്യൂച്വൽ ഫണ്ട്സിൻ്റെയൊക്കെ ഒക്കെ എക്സിക്യൂട്ടീവ് ഡയറക്ടറൊക്കെ ആയിട്ടിരുന്ന ആളാണ്. റിട്ടയർ ചെയ്തിട്ട് മലയാളിയാണ്. അപ്പോൾ ആൾ അവൈലബിൾ ആയിരുന്നു. പുള്ളിയായിരുന്നു ഞങ്ങളുടെ കമ്പനിയുടെ ചെയർമാൻ. ഞാൻ ചെയർമാൻ പോലും ആയില്ല. ഞാൻ പറഞ്ഞു വീഗാർഡിൻ്റെ ലിസ്റ്റിങ്ങിൻ്റെ ടൈമിൽ തൊട്ട് ഞാൻ ചെയർമാനല്ലായിരുന്നു. ചെയർമാൻ പുറത്തുനിന്നായിരുന്നു. ഇപ്പോഴും അതെ, രണ്ട് കമ്പനികളിലും ചെയർമാൻ പുറത്തുനിന്നാണ്. അപ്പോൾ 2008 വീഗാർഡിന്റെ IPO നടന്നു. 2014 വണ്ടർലയുടെ IPO നടന്നു. ഇതിന് കറക്റ്റ് നടുക്ക് 2012 എന്തോ സർ റിട്ടയർ ചെയ്യാനല്ലേ. അപ്പോൾ നമുക്ക് റിട്ടയർമെന്റിന് ശേഷം ആണോ ശരിക്കും വീഗാലാൻഡ് ഹോംസ് സംഭവിക്കുന്നത്? അപ്പോൾ ഇത്രയും നാൾ ഇവരൊക്കെ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്തപ്പോൾ മക്കള് എന്തുകൊണ്ട് പിന്നെ നമുക്ക് മാറി നിന്നൂടാ? കാരണം പിന്നെല്ലാം ഒരു പറ്റം മാനേജേഴ്സ് ഉണ്ട് കാര്യങ്ങൾ നടത്താനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വേറെ എന്തെങ്കിലും തൊഴിൽ നോക്കാം, നിങ്ങളൊക്കെ കൂടി നടത്തിക്കോ. അപ്പോഴേക്കും കമ്പനി വളരെ സ്ട്രോങ് ആയി. പിന്നെ ഒരു സെറ്റ് ഓഫ് ഈവൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സും എല്ലാം കൊണ്ടും 1000 കോടി റവന്യൂ അടിക്കുന്നത് 2012 അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ടാർഗറ്റ് വെച്ച് അതെ കറക്റ്റ് 2012 തന്നെയാണ് അത് സംഭവിച്ചത്. അപ്പൊ അങ്ങനെ പ്ലാൻഡ് ആയിരുന്നോ അതോ സംഭവിച്ചു? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഞാനിനി അധികം നാളുണ്ടാവില്ല, നിങ്ങളൊക്കെ കൂടി നോക്കിക്കോളണം. അപ്പോഴേക്കും എനിക്ക് അപ്പോഴേക്കും 60 വയസ്സായി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 60 വയസ്സായില്ലേ, എനിക്ക് റിട്ടയർ ചെയ്യണ്ടേ, എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ റിട്ടയർ ചെയ്യണം, അപ്പോൾ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊക്കെയുള്ള പോലെ പതുക്കെ അങ്ങനത്തെ ഒരു തിങ്കിങ് ഒക്കെ വന്ന് പതുക്കെ വീഗാർഡിൽ നിന്നും വണ്ടർലയിൽ നിന്നും ജസ്റ്റ് ഒരു പേരിനൊരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഒന്നും പറയാൻ പറ്റില്ല, ഒരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് മാറി. എന്നിട്ട് കുറച്ച് നാളവിടെ കണ്ടിന്യൂ ചെയ്തിരുന്നു. പക്ഷെ റിട്ടയർമെന്റ് ശരിക്കും ആ കമ്പനികളിൽ നിന്ന് മാത്രമായിരുന്നു, ബിസിനസ്സിൽ നിന്ന് ഓണ്ടർപ്രണർഷിപ്പിൽ നിന്നോ ആയിരുന്നില്ല അല്ലേ? അതുകൊണ്ടാണ് വീഗാർഡ് ഹോംസ് സംഭവിച്ചതും നമ്മളിപ്പോൾ ഇരിക്കുന്ന ചിറ്റിലപ്പള്ളി സ്ക്വയർ സംഭവിച്ചതും ഫിലാന്ത്രോപ്പി ആക്ടിവിറ്റീസ് നടന്നതും. അപ്പോൾ ഒരിക്കലും റിട്ടയർമെന്റ് ആ കമ്പനികളുടെ ഓപ്പറേഷൻസിൽ നിന്ന് മാറി, പക്ഷേ ജീവിതത്തിൽ ഒരു ബിസിനസ്മാൻ എന്ന നിലയിൽ നിന്ന് ഒരിക്കലും ഒരാൾക്ക് റിട്ടയർ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നമുക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. അപ്പൊ ഞാൻ ഈ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു അതിനകത്ത് കുറെ കൂടി ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ കൺസ്ട്രക്ഷൻ, എന്താ പറയാ, അമ്യൂസ്മെന്റ് പാർക്കുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്തതിൻ്റെ ഒരു പരിചയത്തിൽ എനിക്കതിനകത്ത് കുറേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തന്നെ തോന്നല്. ഈവൻ ദോ ഞാനൊരു ആർക്കിടെക്റ്റ് അല്ല, പക്ഷേ എൻ്റെ കുറേ ഐഡിയാസ് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു ഞാൻ. ഒരു പിടിയില്ല. അന്നാണെങ്കിൽ ധാരാളം കോമ്പറ്റീഷൻ ഉണ്ട്, എല്ലാ കോമ്പറ്റീഷനുള്ള ഫീൽഡായിരുന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ. അത് തീരുമാനിച്ചു. അങ്ങനെയാണ് വീഗാലാൻഡ് ഹോംസ് തുടങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ആ പേര് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റേജ് വന്നപ്പോൾ ഈ വണ്ടർലയുടെ പബ്ലിക്കേഷന് മുമ്പ് തന്നെ ഞങ്ങളുടെ 3ാമത്തെ പാർക്ക് ഹൈദരാബാദ് തുടങ്ങാനായിട്ട് ഫണ്ട് പിരിക്കാനാണ് ആക്ച്വലി അതിന് പബ്ലിക് ഇഷ്യൂ പോയത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കാനുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു പേര് നിലനിൽക്കുള്ളൂ. വീഗാലാൻഡ് വേണോ വണ്ടർല വേണോ? അപ്പോൾ എല്ലാവരും പറഞ്ഞു വണ്ടർല മതി, കാരണം ഇവിടെ ഏത് പേരിട്ടാലും ആൾ വരും. അവിടെ അങ്ങനെയല്ല, ബാംഗ്ലൂർ അങ്ങനെയല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അതിനല്ല വണ്ടർല എന്നുള്ള പേരൊക്കെ ആയപ്പോഴേക്കും നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടി നല്ല ഏജൻസികളും ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അഡ്വർടൈസിങ്ങിൽ ഈവൺ ആ പേര് തന്നെ നമ്മൾ ഒരു പോളിങ്ങിൽ കൂടെ സെലക്ട് ചെയ്തത്. അതായത് വണ്ടർല, അതായത് ഞാൻ തന്നെ ഞങ്ങളുടെ അപ്പോഴേക്കും 10 എത്രയോ ആയിരക്കണക്കിന് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരുടെ ഇടയിലൊരു കോൺടെസ്റ്റ് വെച്ചു, സമ്മാനം, നല്ലൊരു പേര് സജസ്റ്റ് ചെയ്താൽ ബാംഗ്ലൂർ പാർക്കിന്. അപ്പോൾ പലരും വണ്ടർലാൻഡ് എന്ന് പലരും സജസ്റ്റ് ചെയ്തു. ഏറ്റവും കൂടുതൽ പ്രപ്പോസ് ചെയ്തത് വണ്ടർലാൻഡ് എന്നായിരുന്നു. അവർക്കൊക്കെ സമ്മാനം കൊടുത്തു. എന്നിട്ട് ഞാൻ തന്നെ അത് വെട്ടിമുറിച്ച് വണ്ടർല ആക്കി. കാരണം വണ്ടർലാൻഡ് എന്നാണെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ഉണ്ടാവുമായിരിക്കാം. അത് ഞാനെപ്പോഴും പറയും, ബ്രാൻഡ് സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സെലക്ട് ചെയ്തില്ലെങ്കിൽ പണി കിട്ടുന്നു.
വീഗാലാൻഡ് പോലും ഒരു പേര്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പേര് നമ്മുടെ കൊച്ചിയിലെ പാർക്കിന്റെ പേര് വണ്ടർലാന്നാക്കി. പക്ഷെ എന്നാലും നമ്മൾ വീഗാലാൻഡ് എന്നാ പറയല്. അറിയാതെ എത്രയോ വർഷങ്ങളോളം ഈ അടുത്ത കാലം വരയ്ക്ക് അതെ ബസ്സിന്റെ ഒക്കെ വയാ വീഗാലാൻഡ് എന്നായിരുന്നു. അതെ. ഇപ്പൊ നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നതിന് ശേഷം സ്റ്റോക്കിന്റെ പ്രൈസ് വണ്ടർലാന്ന് കണ്ടായിട്ടാണ് വണ്ടർല വന്നത്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ വീഗാലാൻഡിൽ പിന്നെ പോകുന്നത്. ഭാഗ്യത്തിന് അത് ലിസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ജനിച്ച കുട്ടികൾ, ആ കുട്ടികളും പറയാൻ തുടങ്ങി. അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ വീഗാലാൻഡ് എന്നുള്ള ബ്രാൻഡ് അത്ര സ്ട്രോങ് ആയതുകൊണ്ട് വീഗാലാൻഡ് ഹോംസ് എനിക്ക് തോന്നുന്നു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരുന്നു. തീർച്ചയായിട്ടും. വേറൊരു കാര്യം, ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് 2004-നും 2006-നും ഇടയിൽ മക്കള് ഇതിൽ ആക്റ്റീവായി എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും നമ്മളൊരു ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി, കമ്മിറ്റ്മെന്റ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനോടാണെന്ന് പറയും. ഒരു പോയിന്റിൽ എന്തായാലും പബ്ലിക് ആക്കാൻ പ്ലാനും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രൊഫഷണലി റൺ കമ്പനി ആകണോ, പുറത്തുനിന്ന് സിഇഒസിനെയും പുറത്തുനിന്ന് മാനേജ്മെന്റിനെയും കൊണ്ടുവരണോ, അതോ ഒരു ഫാമിലി റൺ ബിസിനസ് ആയാൽ മതിയോ എന്നുള്ളതൊരു കോൺഷ്യസ് ഡിസിഷൻ ആണോ, അതോ അത് തനിയെ എടുത്തു പോകുന്ന ചിന്തിച്ചിരുന്നോ എപ്പോഴെങ്കിലും? വളർച്ച വേണമെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണം. ആദ്യമൊന്നും നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആരെങ്കിലും നമ്മൾ ഇൻവൈറ്റ് ചെയ്താൽ തന്നെ അവർ നിൽക്കില്ല എന്ന് എനിക്കറിയാം. ചിലരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, അവരൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ചാടിപ്പോയിട്ടുള്ളൂ ആദ്യ കാലഘട്ടത്തിലൊക്കെ. പിന്നെ നോക്കിയപ്പോൾ വീഗാർഡ് ലിസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ സ്റ്റോക്ക് ഓപ്ഷൻ്റെയൊക്കെ ഓപ്ഷൻ ഫെസിലിറ്റി ആയല്ലോ ലിസ്റ്റ് ചെയ്തതിന് ശേഷം. അങ്ങനെയാണ് ഒരു പുതിയ സിഇഒനൊക്കെ ഹയർ ചെയ്യുന്നതും അതനുസരിച്ചുള്ള, അല്ലെങ്കിൽ CFO അതനുസരിച്ച് എക്സ്പീരിയൻസ് ഉള്ള, അതായത് ലിസ്റ്റഡ് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള അവരെ കൂടുതൽ ലോകപരിചയം, അതായത് ഇന്ത്യ മാത്രമല്ല, എനിക്ക് ഇന്ത്യയിൽ മാത്രമേ പരിചയമുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് കേരളത്തിലെ കൂടുതൽ പരിചയം, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ. അല്ല, അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ വീഗാലാൻഡും വണ്ടർലയും വീഗാർഡും ഫാമിലി റൺ ബിസിനസ് ആണോ, പ്രൊഫഷണലി റൺ ബിസിനസ് ആണോ? പ്രൊഫഷണൽ റണ്ണാണ്. പക്ഷെ ഷെയറുകൾ, താങ്കളുടെ ഷെയറുകളെല്ലാം മക്കൾക്ക് കൊടുത്തു എന്നുള്ളൊരു വ്യത്യാസം, മക്കൾക്കും ഫൗണ്ടേഷനും കൂടുതൽ കൊടുത്തു എന്നുള്ളതാണ് വലിയൊരു വ്യത്യാസം. അല്ല, അങ്ങനെയല്ല. അപ്പൊ ഞാനുണ്ട്, എൻ്റെ ആൺമക്കളുണ്ട്. വേറെ കുറെ ഒരു 1/3 എന്നുള്ള പോലെ കീപ്പ് ചെയ്തിട്ട് എനിക്ക് എന്തിനാ ഇനിയിപ്പോൾ ഈ വയസ്സുകാലത്ത് ഷെയർ അതൊക്കെ കൂടി ചിറ്റലപ്പള്ളി ഫൗണ്ടേഷന് ഇതൊക്കെ ആക്കി. വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യം എനിക്ക് കാണാൻ പറ്റിയത്, കഴിഞ്ഞ ഒരു 6 വർഷത്തിനുള്ളിൽ സാറ് 3 കോടി ഷെയറോളം വിറ്റിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഇപ്പോൾ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കി കാണുന്നതാണ് ഇലോൺ മസ്കും ജെഫ് ബെസോസും പോലെയുള്ള വലിയ ഓണ്ടർപ്രണേഴ്സ് US ഇരുന്നിട്ട് അവരുടെ സ്റ്റോക്ക് വിൽക്കുന്നില്ല, പകരം സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്തിട്ട് അതിന് പുറത്ത് ലോൺ എടുത്തിട്ട് അത് വെച്ചിട്ടാണ് അവരുടെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകുന്നതും മറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നതും ബെറ്റർ ആക്കുന്നതും. അപ്പോൾ സാർ എന്തുകൊണ്ട് ഷെയർ പ്ലെഡ്ജ് ചെയ്തിട്ട് ലോണിനെ പറ്റി ചിന്തിക്കാതെ വിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ തോട്ട് പ്രോസസ് ഒന്നുമില്ല. അതായത് നമ്മൾ എന്തിനാണ് ഈ വയസ്സുകാലത്ത് ഒരു കടക്കാരനായിട്ട് ഇരിക്കണേ, ലോൺ എടുക്കണേ, അല്ലെങ്കിൽ ഒന്നുമല്ല. അതായത് നമുക്കൊരു ഡെഫിനറ്റ് ഐഡിയ ഉണ്ട്. ഒന്ന്, നല്ലൊരു സംഖ്യ വർഷാവർഷം ചിറ്റലപ്പള്ളി ഫൗണ്ടേഷന് വേണം. അപ്പോൾ അതിന് പണം കണ്ടെത്തണം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഷെയർസ് കുറേശ്ശെ വിൽക്കും, ഒറ്റയടിക്കല്ല, കുറേശ്ശെ വിൽക്കും. പിന്നെ ഈ വീഗാലാൻഡ് ഹോംസ് തുടങ്ങാനും ഇനീഷ്യല് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വന്നിരുന്നു. അപ്പോൾ അതും ഒക്കെ കണ്ടെത്താനായിരുന്നു. എത്ര നമ്പർ ഓഫ് ഷെയർസ് വിറ്റു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ തുകയാണ് എനിക്ക് ഓർമ്മയുള്ളൂ. അതായത് കഴിഞ്ഞ 6 വർഷം വിറ്റ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ അതൊരു 500 കോടിയുടെ മേലെ ഇന്ന് വാല്യൂ ഉണ്ടായിരുന്നു. കാരണം സ്റ്റോക്കിന്റെ വില മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതെ. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഫൗണ്ടേഷനെ പറ്റിയും ഫിലാന്ത്രപ്പിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ സാറിന് പറയാൻ പറ്റുമെങ്കിൽ ഒരു വർഷം എത്ര രൂപ ചെലവാക്കുന്നുണ്ടാകും? അത് നമ്മൾ ദാനം കൊടുക്കുന്നത് അങ്ങനെ പറയുന്നത് ശരിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ പറ്റുമെങ്കിലോ ചോദിച്ചത്. പക്ഷെ എനിക്കൊന്ന് ഫിലാന്ത്രപ്പിയിൽ കാര്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വലിയ മാതൃക. ഏറെക്കുറെ ഇയർലി more than 100 crores. അല്ല, ഈ തോട്ട് ഏത് പോയിന്റിലാണ് ഒരു ഓണ്ടർപ്രണറിന്റെ, അല്ലെ സാറിന്റെ ജീവിതത്തിൽ പറഞ്ഞാൽ മതി, ഏത് പോയിന്റിലാണ് ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി? അതായത് ഈ ബിസിനസ്സിൽ നിന്ന് മാറി ഇനി നമുക്ക് നാടിന് നല്ലത് ചെയ്യാം, തിരിച്ചു കൊടുക്കാം, അത് എപ്പോഴാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്? അല്ല, അത് ഞാൻ എൻ്റെ ആയ കാലത്തും ഞാൻ കുറച്ച് ചെയ്തിരുന്നു. അത് ഫിഗർ അത്ര വിസിബിൾ ആയിരുന്നില്ല. പക്ഷേ നമ്മുടെ വരുമാനം കൂടിയപ്പോൾ ആ ഫിഗർ വലുതാവാൻ തുടങ്ങി.
പിന്നെ അതിന് സ്ട്രക്ചർ വേണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഈ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ തന്നെ ഉണ്ടാക്കിയത്. അതൊരു സെക്ഷൻ 25A കമ്പനിയാണ്. അത് സെപ്പറേറ്റ് ഒരു കമ്പനി ഫോമായിട്ട് തന്നെയാണ് അത്. ഏതൊക്കെ മേഖലകളിലാണ് മോസ്റ്റ്ലി ഫിലാന്ത്രപ്പി സ്പെൻഡ് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് വീടില്ലാത്തവർക്ക് വീട്, പിന്നെ ലക്ഷക്കണക്കിന് തന്നെ പറയാം, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് സാമ്പത്തിക സഹായം, അത് അസുഖങ്ങൾ വരുമ്പോൾ മെഡിക്കൽ ഹെൽപ്പ്. പിന്നെയുള്ളത് എല്ലാം ബിലോ പോവർട്ടി ലൈനിലുള്ളവരുടെ കേസ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ കേട്ടോ. എനിവേ അത് തന്നെ നമ്മൾ വിചാരിക്കും ഇന്ത്യ വളരെ പുരോഗമിച്ചു, ഇന്ത്യ എത്രാം സ്ഥാനത്തായി, ഇന്ത്യ എന്താണ് ജപ്പാനെ ഓവർടേക്ക് ചെയ്തെന്ന് പറഞ്ഞാലും, പക്ഷെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണാം ഇപ്പോഴും ധാരാളം പേർക്ക് സ്വന്തമായിട്ട് വീട് പോലും ഇല്ല, സ്ഥലമില്ല. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കാണണ്ടേ. പിന്നെ നമ്മുടെ ആക്ടിവിറ്റി പ്രധാനമായിട്ടും കേരളത്തിൽ ഒതുക്കി നിർത്തിയിരിക്കുക. കാരണം ഞാൻ പറയുന്നത് തമിഴ്നാട്ടിൽ, കർണാടകത്തിലൊക്കെ എന്നെക്കാളും വലിയ കോടീശ്വരന്മാരുണ്ടല്ലോ, അവർ അവിടുത്തെ കാര്യം നോക്കട്ടെ. തീർച്ചയായും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഈ ഒരു പൊസിഷനിലേക്ക് എത്തി നിൽക്കുമ്പോൾ സക്സസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അല്ല, സക്സസ് എന്ന് പറഞ്ഞാൽ അതൊരു മിക്സ് ഓഫ് മീനിയാന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരാൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ പല പല ഫാക്ടേഴ്സ് ഉണ്ടാവണം. എസ്പെഷ്യലി എൻ്റർപ്രണറുടെ കാര്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതായത് ആദ്യം വിചാരിക്കും ടെക്നോളജി മാത്രം മതി എന്ന്, പോരാ. പിന്നെ ഫിനാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പബ്ലിക് റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹ്യൂമൻ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത? കാരണം ഇതെല്ലാത്തിനും ഒരു കോമ്പിനേഷനാണല്ലോ. ഇപ്പം ഞാൻ പറയും, ഇപ്പം ഞാനൊക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കലായി കാര്യങ്ങൾ. അല്ലാതെ ഞാനൊന്നും നേരിട്ട് ചെയ്യില്ല. ഞാനൊരു ചെക്ക് ബുക്ക് പോലും സൈൻ ചെയ്യില്ല, ഞാനൊരു ലെറ്റർ പോലും ഡ്രാഫ്റ്റ് ചെയ്യില്ല. ഞാൻ ഭയങ്കര മടിയനാന്നേ. അപ്പോൾ പക്ഷേ എന്നെ വിശ്വസിക്കുന്ന, എനിക്ക് അവരെയും വിശ്വസിക്കാൻ പറ്റിയ തരം കുറേ ആളുകളെ ബിൽഡ് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ സ്ഥാപനം വളരുള്ളൂ. അല്ലെങ്കിൽ എല്ലാം എൻ്റെ തലയിൽ കൂടെ പോകണം. അങ്ങനത്തെ കുറേ പേരുണ്ട്. എല്ലാം എൻ്റെ തലയിൽ കൂടെ പോകണം, എൻ്റെ അപ്രൂവൽ കിട്ടിയിട്ട് മുന്നോട്ട് പോവുള്ളൂ, എൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടാണ് ആ പരസ്യം റിലീസ് ചെയ്യാൻ പാടുള്ളൂ, ആ പരസ്യം എനിക്ക് കാണണം. നോ, നിങ്ങൾ ചെയ്തോ, നോക്കിക്കോ. ചിലർ ചില മണ്ടത്തരങ്ങൾ വരുത്താറുണ്ട്. പക്ഷേ പലതവണ വരുത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബൈ പറയും അവരോട്. എനിവേ അങ്ങനെയുള്ളവരും ഉണ്ടായിട്ടുണ്ട്. അല്ല, പക്ഷേ അതേസമയം എന്നെക്കാളും കഴിവുള്ളവർ ഞങ്ങളുടെ സ്ഥാപനത്തിലുണ്ട്, അവർ കേൾക്കണ്ട. അതെ. അപ്പോൾ ഇങ്ങനെ പലവിധ കാര്യങ്ങളുടെ പിന്നിൽ, സക്സസിന്റെ പിന്നിൽ പായുമ്പോൾ പലപ്പോഴും പലരും ഹാപ്പി അല്ലാതാകും പെടുന്നുണ്ട് അല്ലേ? ഭയങ്കര സ്ട്രെസ്സിലേക്കും ആങ്സൈറ്റിയിലേക്കും, പ്ലാൻ ചെയ്ത സാധനം എപ്പോൾ ശരിയാവും, എപ്പോൾ നന്നാവും, എപ്പോൾ എവിടേക്കെങ്കിലും എത്തും അല്ലേ? അപ്പോൾ ഹാപ്പിനെസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എങ്ങനെ ഹാപ്പി ആയിരിക്കാൻ പറ്റും തോന്നുന്നു? സാറിൻ്റെ ജേർണിയിൽ എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ തുടക്കം തൊട്ടേ, അല്ലെങ്കിൽ ആദ്യമേ തന്നെ എൻ്റെ ഒരു ചിന്താഗതി, നമ്മൾ സക്സസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊരു മിനിമം ഒരു ആരോഗ്യം വേണം അല്ലേ? കുറേ രോഗങ്ങൾ അതുണ്ട്, പ്രഷർ, ഷുഗർ, അതൊക്കെ വരുത്തി വെച്ചിട്ട് സക്സസ് എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റില്ല. പിന്നെ രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണം. മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പണമില്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. പണ്ടൊക്കെ പറ്റുമായിരിക്കും. പണം ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും വേണം. പക്ഷേ അത് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് ഇല്ലെങ്കിൽ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ അല്ലേ റിയൽ സക്സസ് എന്ന് തോന്നാറുണ്ട്. ബ്യൂട്ടിഫുൾ. അതെ. അപ്പോൾ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ഒരു ഓണ്ടർപ്രണർ പലവിധ കാര്യങ്ങൾ പിന്നിൽ പാഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഒരു ദിവസം തന്നെ എത്ര ചിന്തകളും എത്ര കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ വാട്ട് നെക്സ്റ്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം പറഞ്ഞ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതെല്ലാം എങ്ങനെയാണ് സാറ് കൊണ്ടുപോയത് എന്നുള്ളതിലൂടെ എന്ത് പഠിക്കാം? അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുക, അവരുടെ തലയിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ കമ്പനി ആയിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ് എന്നുള്ള. നമ്മുടെ സീനിയർ നമ്മളൊക്കെ, ഞാൻ പറയും, എനിക്കൊരു 10-20 പേരെ എനിക്ക് മെൻറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാനോ പറ്റുള്ളൂ. എല്ലാവരും ഒന്നും ഗൈഡ് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു 10-20 പേരെ
ഗൈഡ് ചെയ്യും, മെൻറ്റർ ചെയ്യും, സപ്പോർട്ട് ചെയ്യും. അവരോരോരുത്തരും അനദർ 10-20 പേരെ അതേമാതിരി ലുക്ക് ആഫ്റ്റർ ചെയ്താൽ നെക്സ്റ്റ് ലെവലിൽ അങ്ങനെ പോകണം, ഒരു ചെയിൻ റിയാക്ഷനായിട്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ എവിടെയോ വായിച്ചത്, സാറ് പറഞ്ഞിട്ടുണ്ട് ലക്ക് ഒരിക്കലും ഒരു സംഭവമല്ല ജീവിതത്തിൽ നിന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അല്ല, അത് വളരെ സിമ്പിളല്ലേ. അതായത് ലക്കും ഉണ്ടാവും, ബാഡ് ലക്കും ഉണ്ടാവും, ലക്കും ഉണ്ടാവാതിരിക്കില്ല. കാരണം എല്ലാ ദിവസവും ഭാഗ്യം ഭാഗ്യം ഭാഗ്യം, എല്ലാ കൊല്ലവും ഭാഗ്യം ഭാഗ്യം. 48 വർഷമായി, 48 ബിസിനസ് തുടങ്ങിയിട്ട്. ഒരു 48 വർഷവും ഭാഗ്യം ഭാഗ്യം മാത്രമായിരിക്കും. എല്ലാ പല സെറ്റ് ബാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ അതിന് നമുക്ക് വേറൊരു സെഷനിലിരിക്കാം. എന്തൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയ മണ്ടത്തരങ്ങൾ, സെറ്റ് ബാക്കുകൾ, ഇതൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ വിചാരിക്കാത്ത സെറ്റ് ബാക്കുകൾ. ഇപ്പോൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ കൊറോണ വരുന്ന? എത്ര പേര് ബുദ്ധിമുട്ടി. അതുപോലെ എല്ലാവരും വളരെ തെറ്റായ ഒരു കാര്യമാണ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് വോൺ ചെയ്തിട്ടും സാർ ധൈര്യമായിട്ട് പോയി ചെയ്ത് വിജയിപ്പിച്ച ഒരു സംഭവം എന്തായിരിക്കും? അല്ല, അത് വീഗാർഡ് തുടങ്ങിയത് ആരും അറിഞ്ഞില്ലായിരുന്നു. അതേസമയം അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങാൻ പോണത് എല്ലാവരും അറിഞ്ഞു. കാരണം വലിയ എമൗണ്ട് ഇൻവെസ്റ്റ്മെൻ്റാണ്, ലോൺ എടുക്കണം. ബാങ്കുകാർ കട്ടയ്ക്ക് സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് നിങ്ങൾ വീഗാർഡിൽ എന്തെങ്കിലും എക്സ്പാൻഷൻ്റെ പ്രപ്പോസലായിട്ട് വരുമോ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ മറ്റത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താ ചെയ്യാൻ പോണെന്ന്. അത് 20 കോടി മുടക്കുന്നു, പകുതി ലോൺ വേണമെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ബാങ്കുകാർ നമ്മളെ ഡിസ്കറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ വിശ്വസിച്ചിട്ട് ഏതൊക്കെയോ ബാങ്കുകൾ സപ്പോർട്ട് ചെയ്തു മുന്നോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ യങ്സ്റ്റേഴ്സിനോട് പറയാനാണെങ്കിൽ ബിസിനസ് ആണോ ജോബാണോ എന്തായിരിക്കും അഡ്വൈസ് ചെയ്യുക? അല്ല, അതായത് ബിസിനസ് എന്ന് പറഞ്ഞാൽ അതൊരു ഈസി കേക്കല്ല. ഒരു ജോബ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ ഉയരങ്ങൾ കയറും തോറും ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരും. ഇപ്പം അതായത് ഫോർ എക്സാമ്പിൾ, എനിക്കറിയില്ല, വീഗാർഡിൻ്റെ CEO എന്നെക്കാളും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. ശമ്പളം മേടിക്കുന്നു, അല്ലെങ്കിൽ ഈ സോപ്പുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ കമ്പനി വാട്ട് നെക്സ്റ്റ് എന്ന് അങ്ങേരായിരിക്കും എന്നെക്കാളും കൂടുതൽ ചിന്തിക്കുന്നുണ്ടാവുക തീർച്ചയായിട്ടും. ഈവൻ ഇതിനേക്കാളും കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾക്ക് ആ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നല്ല കാര്യം. അല്ലാത്തവർ ഒരു ജോബിൽ ഒതുങ്ങി കൂടുകയായിരിക്കും നല്ലത്. കാരണം ഇതൊരു മൾട്ടി ടാസ്കിങ് ആണ്. ഞാൻ 2 കൂട്ടി പറയാണ്, മൾട്ടി. അതായത് ചില്ലറ കളിയല്ല. അപ്പം അതിന് തയ്യാറായിട്ടുള്ളവർ മാത്രം അതിലേക്ക് ഇറങ്ങിയാൽ മതി. പേടിപ്പിക്കുകയല്ല. ഞാൻ പറയൊരു 24/7 ഡ്യൂട്ടിയാണത്. എപ്പോഴാണൊരു പ്രശ്നം വരിക, ഒരു കോള് വരികയെന്ന് അറിയില്ല. അപ്പം നമ്മൾ അതിനെല്ലാം ഈ വാട്ട് നെക്സ്റ്റ് എന്നുള്ള ഐഡിയ ചിലപ്പോൾ രാത്രി 4 മണിക്കായിരിക്കും നമുക്കൊരു തോന്നലുണ്ടാവുക. ആ നേരത്ത് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല, ഉറക്കം വരില്ല. എനിവേ അങ്ങനെ ഒക്കെ കൊണ്ടു കിടന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് ആണല്ലോ പറഞ്ഞത്. അതായത് തയ്യാറായിട്ടുള്ളവർ മാത്രം ബിസിനസ്സിലേക്ക് ഇറങ്ങുക, ബാക്കിയുള്ളവർ ജോബ് ചെയ്താൽ മതി എന്ന്. അപ്പോൾ തയ്യാറാവുക എന്ന് പറയുമ്പോൾ ശരിക്കും ഇന്റന്റ് ആണോ ഉദ്ദേശിക്കുന്നത്, അതോ കേപ്പബിലിറ്റി ആണോ? അതായത് ചിലർക്ക് കേപ്പബിലിറ്റി ഉണ്ടാകില്ല, പക്ഷെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാകും, പക്ഷെ അവർ തോറ്റുപോയേക്കാം. പക്ഷെ ചിലർക്ക് കേപ്പബിലിറ്റി ഉള്ളവർ കുറവായിരിക്കും. അപ്പോൾ ഒരാൾ തുടങ്ങുന്നതിന് മുൻപ് സ്വയം കേപ്പബിൾ ആണോ എന്ന് അസസ് ചെയ്യണോ, അതോ ഇറങ്ങി തിരിച്ചാൽ? ഞാനൊരു സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ഒന്നല്ല, പക്ഷെ ഞാൻ ചിലർ കണ്ടിട്ടുണ്ട് വളരെ എക്സ്ട്രീംലി ബ്രില്യൻ്റ് ആയിരിക്കും അക്കാഡമിക്കലി, പക്ഷേ കോമൺ സെൻസ് അടുത്തു കൂടെ പോയിട്ടുണ്ടാവില്ല. അത് അയാൾക്ക് മനസ്സിലാവൂല. അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലേ? ഇല്ലേ? തീർച്ചയായും. മറിച്ച് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അപാര കോമൺ സെൻസാണ്. അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലേ? പോട്ടെ, ഇപ്പം നമ്മുടെ കേരളത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു 10 എൻ്റർപ്രണേഴ്സിനെ എടുക്കുക, ഏറ്റവും റിച്ച് ആയിട്ടുള്ളവർ, വെൽത്തി ആയിട്ടുള്ളവർ. ഇവരൊക്കെ ഭയങ്കര ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ആയിരുന്നു. ആരും തന്നെ ആയിരുന്നില്ല. അപ്പോൾ അതല്ല കാര്യം. ഞാൻ പറയും കോമൺ സെൻസിനാണ് വെയിറ്റേജ് കൊടുക്കേണ്ടത്. കോമൺ സെൻസും ആ ഇന്റന്റും ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള നിശ്ചയം ഇവിടെ മാട്ടെ
തീർച്ചയായിട്ടും. അതുപോലെ ഇന്ന് വളരെയധികം കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് നമ്മുടെ യുവതലമുറ പുറത്തേക്ക് പോകുന്നത് അല്ലെ. കേരളം ഒരു ഓൾഡ് ഏജ് ഹോം ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പുറത്തേക്ക് പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അവരോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് അവര് കുറ്റം പറയാൻ പറ്റില്ല. അവര് പോട്ടെ. പക്ഷെ പോയിട്ട് കുറെ പേരൊക്കെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരണേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. 2 കുട്ടികളൊക്കെ ആയി, സൗകര്യമായി, ലോകപരിചയമായി, അങ്ങനെ തിരിച്ചു വന്നിട്ട് ഇവിടെ പല ബിസിനസ് തുടങ്ങിയിട്ട് വിജയിച്ചവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ ജോലിയിൽ ഇവിടെ കയറിയിട്ടുള്ളവരെയും കണ്ടിട്ടുണ്ട്. കാരണം ഇവിടുത്തെ നമ്മൾ കൊച്ചു കേരളമല്ലേ, ഒട്ടുക്കത്തെ പോപ്പുലേഷനല്ലേ, ഈ കൊച്ചു സ്ഥലത്തല്ലേ ഈ എത്ര 3.5 കോടി ജനങ്ങളുള്ളത്. ഞാൻ ഈ കഴിഞ്ഞ ട്രിപ്പ് പോയത് അയർലൻഡിലായിരുന്നു. അത് കേരളത്തിൻ്റെ ഒരു 3 ഇരട്ടി വലുപ്പമുണ്ട്. അവിടെ ആ കൂടി പോപ്പുലേഷൻ 50 ലക്ഷമുള്ളത്. എവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലുണ്ടാവും. അതെ അതെ. പി രാജീവ് മിനിസ്റ്റർ പറയുന്നത് കേരളമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റി എന്നാണ്. നമുക്ക് ഒന്ന് ഇടയ്ക്ക് നിർത്തി ഒന്ന് റോഡൊക്കത്ത് മുതലൊഴിക്കാതെ ഇല്ലാന്ന് നോർത്ത് ഇന്ത്യൻസ് പറയും. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു 5 ലക്ഷം രൂപ സാറിന്റെ കയ്യിലുണ്ടെങ്കിൽ എന്ത് ബിസിനസ് ആയിരിക്കും തുടങ്ങാൻ? അത് ഇപ്പൊ പറയാൻ പറ്റില്ല, പല സീക്രട്ടുകൾ. അല്ല, ഇത് ശരിക്കും ഇത് കാണുന്ന കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ടാവില്ല. 5 ലക്ഷം, ഒരു 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ആയിരിക്കും അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട്. അപ്പൊ അവർക്കൊരു ഒരു സ്പാർക്ക് കൊടുക്കാനാണ്. ഞാൻ പറയും, അതായത് ഇന്നത്തെ കാലത്ത് മണി ഈസ് നോട്ട് എ പ്രോബ്ലം. നിങ്ങളുടെ നല്ല ഐഡിയ ഉണ്ടെങ്കിൽ, സൂപ്പർ ഐഡിയ ഉണ്ടെങ്കിൽ, വർക്കബിൾ ഐഡിയ ഉണ്ടെങ്കിൽ, പ്രാക്ടിക്കൽ ഐഡിയ ആണെങ്കിൽ പണം മുടക്കാൻ ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ലോൺ കിട്ടാൻ എന്തൊരു വിഷമമായിരുന്നു. ഇപ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് ധാരാളം ഏഞ്ചൽ ഫണ്ടിങ് എന്നും മറ്റേ ഫണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ റെഡിയായിട്ട് കാശ് മാറ്റി വെച്ചിട്ട് ഇരിക്കുന്നവരുണ്ട്. സാർ ഇൻവെസ്റ്റ് ചെയ്യലുണ്ടോ? ഈ അപ്കമിംഗ് ആയിട്ടുള്ള ബിസിനസ്സുകൾ? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇനി അതിലേക്കുള്ള ഒന്നുമല്ല. എനിക്ക് അവരുടെ എന്താ പറയാ, അവരുടെ ബിസിനസ് ആശയം മാത്രം കേട്ടാൽ പോരാ, അവരുടെ ക്യാരക്ടറും കൂടി എനിക്ക് അറിയണം. ഇന്ന് അങ്ങനത്തെ ഒരു പിടികാശി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശരിയല്ലായിരിക്കും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഏറെക്കുറെ എല്ലാ ഇൻവെസ്റ്റേഴ്സും ഐഡിയയിൽ മാത്രമായിരിക്കില്ല, ആ ടീമിലും അവരുടെ എക്സിക്യൂഷൻ കേപ്പബിലിറ്റിയിലും ആ പേഴ്സണിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കോമൺ സെൻസ് ഉള്ള, നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണെന്ന് കാണുമ്പോഴായിരിക്കും. അതേസമയം പ്രതിസന്ധികൾ തളരാതെ നിൽക്കുന്നവരെ ഒക്കെ അങ്ങനെയുള്ളവരെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അല്ല, അത് എനിക്ക് ഒറ്റയടിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഞങ്ങളുടെ സ്ഥാപനത്തിൽ മാസങ്ങളായിട്ട് എൻ്റെ കൂടെ നിന്നാൽ, വർഷങ്ങളായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതിനിടയിൽ സാറ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പൊളിറ്റിക്സിൽ നിന്ന് തിരിച്ചിറങ്ങുകയും ചെയ്തു. അത് ഒരു എപ്പിസോഡായിട്ട് അങ്ങനെ എൻഡായി. എന്താണ് ശരിക്കും സംഭവിച്ചത്? അല്ല, അതായത് ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹം എല്ലാവർക്കും നമുക്കും ഉണ്ടാവില്ല. ഞാനൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ആക്ച്വലി അന്ന് കിഴക്കമ്പലത്തെ അവരുടെ ഒരു മോഡൽ, അതായത് അവരുടെ കുറേ ഡെവലപ്മെൻറ്റ് മോഡല് എന്നെ ആകർഷിച്ച്, ശരിക്കും പറഞ്ഞാൽ ആ ഇടയ്ക്ക് തന്നെയായിരുന്നു കേജ്രിവാളും അവിടെ ഡൽഹിയിലും ഒക്കെ. അപ്പോൾ ഒരു മാറ്റം ഉണ്ടായി തീരും, മാറ്റം വേണ്ടി വരും ഒരു തോന്നലുണ്ടായിരുന്നു. എന്നാൽ അതിനൊരു തുടക്കം കുറിക്കാൻ പറ്റുമോ എന്നുള്ള കൂട്ടത്തിൽ ഞാൻ മാത്രമല്ലായിരുന്നു, അന്നത്തെ വേറെയും കുറേ പേര് ഇതിനകത്ത് മുന്നോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം അത് നമ്മുടെ ഫീൽഡിലല്ലാന്ന് നമുക്ക് മനസ്സിലായി. ആരും പേടിച്ചിട്ടല്ല, അതായത് ഇതിനകത്തൊക്കെ ഒരുപാട് ഹിപ്പോക്രസി ഉണ്ടെന്ന് മനസ്സിലായി. അത് പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല അകത്തുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ പിന്നെ നമ്മൾ ബൈ പറഞ്ഞു. സാർ പല പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് പലർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ ആദ്യത്തെ ലെയർ ഓഫ് റിസർച്ചിൽ വന്നില്ല, പിന്നീടാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ പ്രാക്ടിക്കൽ വിസ്ഡങ്ങളെ പറ്റിയാണ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യങ് ഓഡിയൻസിന്, ആസ്പയറിങ് ആംബീഷ്യസ് ആയിട്ടുള്ള ഓഡിയൻസിന് കൊടുക്കാനുള്ള ഒരു വലിയൊരു പ്രാക്ടിക്കൽ വിസ്ഡം എന്തായിരിക്കും? അല്ല, അത് ആക്ച്വലി ഞാൻ അന്ന് ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ളതാണ്
ബുക്കുകൾ എത്രയോ കറക്റ്റ് ഏജ് അത് 2000 മറ്റാണ് ആദ്യത്തെ ഫസ്റ്റ് എഡിഷൻ ഇത് ഇറക്കുന്നത്. പിന്നെ പ്രാക്ടിക്കൽ വിസ്ഡം 2, പിന്നെ ഞാൻ ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ബയോഗ്രഫി മാതിരി ഓട്ടോബയോഗ്രഫി മാതിരി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാക്ടിക്കൽ വിസ്ഡം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളെപ്പോഴും ഒരു സ്ക്രിബിളിംഗ് പാഡും ഒരു പേനയും കയ്യിൽ കരുതണം. ഇന്നിപ്പോൾ അത് വേണ്ട, ഒരു മൊബൈൽ മതി, എല്ലാം നിങ്ങൾക്ക് കയ്യിൽ ഫീഡ് ചെയ്യാം. അല്ലെങ്കിൽ പക്ഷെ അത് ചെയ്യണം കേട്ടോ. അതായത് സ്ക്രിബിളിംഗ് പാഡ് വേണ്ട, പക്ഷേ നോട്ട് കുറിക്കണം, അല്ലാതെ ഒന്നും കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. അതായത് അങ്ങനെ ഒരു സ്ക്രിബ്ലിംഗ് പാഡുമായി സാറിന്റെ മുന്നിൽ വന്നിരിക്കാൻ പറ്റിയതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇനി എന്താണ് മുന്നിലേക്ക്? വാട്ട് ക്യാൻ വി എക്സ്പെക്ട് ഫ്രം യു? ചിറ്റിലപ്പള്ളി സ്ക്വയർ നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഈ ഒരു സംഭവം തന്നെ എത്രയോ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇനിയും മുന്നിലേക്ക് ഇതുപോലെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഒന്നുമില്ല. അതായത് നമ്മൾക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം, സാമാന്യ ബുദ്ധിയുള്ളിടത്തോളം കാലം വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എൻ്റെ ലക്ഷ്യം ഓക്കെ ഒരു 12 വർഷമായി ഈ വീഗാലാൻഡ് ഹോംസ് തുടങ്ങിയിട്ട്. ആദ്യം ചെറിയ ലെവലിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ടീം ഡെവലപ്ഡായി. അപ്പോൾ അത് കുറച്ച് വലുതാക്കണമെന്ന് തോന്നി. അപ്പോൾ വലുതായി. അപ്പോൾ ഇനിയിപ്പോൾ ആ ടീമിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്നർത്ഥം. അതായത് ഇനി വലുതാക്കണം എന്നുള്ളൊരു ഇമ്മീഡിയറ്റ് ലക്ഷ്യം അതാണ്. അപ്പോൾ വീഗാലാൻഡ് ഹോംസിനും ഒരു വലിയ സ്വപ്നം കാണുന്നുണ്ട്, കേരളത്തിന്റെ പുറത്ത് പോകാനും ഇവഞ്ച്വലി ഒരു IPO നടക്കാനും ഒക്കെയുള്ള സാധ്യതകൾ? അതിനുള്ള സാധ്യതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതായത് ആ ഒരു ഫീൽഡിലെ ഒരു ക്വാളിറ്റി ബിൽഡർ, റെസ്പോൺസിബിൾ ബിൽഡർ, ക്രിയേറ്റീവ് ബിൽഡർ, ഇത് മൂന്നും ചേർന്നിട്ടുള്ള ഒരാൾക്ക് സാധ്യതയുണ്ട്. അൺബിലീവബിൾ ആണ്. എനിക്ക് എന്ത് പറയണമെന്ന് മനസ്സിലായില്ല. അതായത് ഇപ്പോൾ ഓൾറെഡി 2 കമ്പനീസ് പബ്ലിക്കാക്കി, അടുത്തതിനെ പറ്റി ഈ ഒരു അവസ്ഥയിൽ ഈ എനർജിയിൽ സംസാരിക്കുമ്പോൾ കാണുമ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് കിട്ടുന്ന വാക്കുകളില്ല ശരിക്കും. ഞാൻ ഹോപ്പ് ചെയ്യാണ് നമ്മൾ വീഡിയോ കാണുന്നവരിലേക്കും അത് എത്തുമെന്നും അത് വലിയൊരു സ്പാർക്കായിട്ട് പലരെയും പല സ്വപ്നങ്ങൾ കാണും. ഇപ്പം ഞാനും എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ ഒരു ബിസിനസ് ജേണിയിലാണുള്ളത്. തുടങ്ങിയിട്ട് 4 വർഷമായി. തുടക്കമാണല്ലേ ഇത്. സാറിൻ്റെ സ്വപ്നം കാണും, കഥ കേൾക്കുമ്പോഴാണ് എല്ലാവരും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പിന്നിലാണ്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം, പെട്ടെന്ന് എവിടെയെങ്കിലും എത്തണം. പക്ഷെ സമയം കുറെ സ്പെൻഡ് ചെയ്യാനും വലിയ അവസ്ഥകളിലേക്ക് എത്താനൊക്കെ വലിയൊരു സ്പാർക്ക് തന്നെയാണ് എന്നുള്ളത് എനിക്ക് വലിയൊരു സാധനമാണ് ഫീൽ ചെയ്യുന്നത്. എനിവേസ്, നമുക്ക് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ചാനലിൽ കുറേ പേഴ്സണൽ ഫൈനാൻസിനും ഇൻവെസ്റ്റ്മെന്റിനും ഒക്കെ അറൗണ്ട് ആയതുകൊണ്ട് സാറിൻ്റെ അതുകൂടി മാത്രം സംസാരിച്ചിട്ട് എൻ്റെ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് കൂടി ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ തുടക്ക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ഫൈനാൻസിനെ ഇരുന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? എങ്ങനെ ബഡ്ജറ്റ് ചെയ്യണം, വരവ് എത്രയാണ്, ചിലവ് എത്രയിൽ നിർത്തണം, ബാക്കി സേവിങ്സ് വേണം, അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ പ്ലാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ബേസിക്കലി ഭയങ്കര പിസ്കനാണ്. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ അങ്ങനെ എനിക്കധികം പണമൊന്നും വേണ്ട ജീവിക്കാനായിട്ട്. അതുപോലെ തന്നെ പിന്നെ ഈ പണം മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. ഈ ബിസിനസ് ചെയ്തിട്ട് പണം ഉണ്ടാക്കുക എന്നല്ലായിരുന്നു എൻ്റെ ലക്ഷ്യം. ഇപ്പോഴും അങ്ങനെയല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞെന്ന് തോന്നണം. അതായത് നമ്മളൊരു ആശയം പ്രചരിപ്പിക്കുന്നു, അതിന് ടേക്കേഴ്സ് ഉണ്ടാവണം, അതിലുള്ളൊരു ത്രില്ല്. അപ്പോൾ സ്വന്തം ബിസിനസ്സിലേക്കല്ലാതെ പൈസ എന്തിലേക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. മ്യൂച്വൽ ഫണ്ട് ഇല്ല, സ്റ്റോക്ക് ഇല്ല, അത് റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്. അത് ഡിവിഡൻഡൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് നാളത്തേക്ക് അതൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് എവിടെയെങ്കിലൊക്കെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇട്ടുന്നുള്ളൂ. അതും മ്യൂച്വൽ ഫണ്ടിലേ ഇടുകയുള്ളൂ. അതും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അത് മറ്റേ 100% സേഫ് ആയിട്ടുള്ള ഇടുകയുള്ളൂ. കാരണം അത് നമുക്ക് മാർജിൻ കുറച്ച് കുറവ് മതി. എവിടെ കൊണ്ടുപോകാനാ? അതെ. പക്ഷെ ഐ എം ഷുവർ ഒരു പോയിന്റ് കഴിഞ്ഞ് വെൽത്ത് ബിൽഡ് ആയപ്പോൾ കുറെ വെൽത്ത് മാനേജേഴ്സും കുറെ വലിയ പ്ലേയേഴ്സ് ഉണ്ടാവില്ല, വെൽത്ത് മാനേജേഴ്സ് ഒക്കെ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടാകില്ലേ വെൽത്ത് ബെറ്റർ ആയിട്ട് അപ്പൊ അതിനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? ഇല്ല, നമ്മുടെ ഓഫീസിലുള്ള ഒരു ടീമുണ്ട്, അവരൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഞാൻ പറയും, ഞാൻ ഫിനാൻസിന്റെ ഒരു എക്സ്പെർട്ട് അല്ല. ഞങ്ങളുടെ CFO അല്ലെങ്കിൽ ടോപ്പ് അക്കൗണ്ട്സുമായിട്ട് സംസാരിച്ചോ,
പക്ഷെ അവർക്ക് ഞാനൊരു സ്ട്രോങ് വാണിംഗ് കൊടുത്തിട്ടുള്ളത് ലാഭം കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വെറുതെ പോയി പുലിവാല് പിടിക്കരുതേ, അത് ഞാൻ സമ്മതിക്കില്ല. ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് കുറച്ച് ഡേറ്റകൾ കാണാൻ പറ്റുന്നത് ഫാമിലി ഓഫീസുകൾ എന്ന് പറഞ്ഞിട്ട് കുറേ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ത്രഷോൾഡിന് മുകളിൽ വെൽത്തായി കഴിയുന്ന എല്ലാ വലിയ ബിസിനസ്സുകാരും ഫാമിലി ഓഫീസ് സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടപ്സിലേക്കും മറ്റ് കമ്പനീസിലേക്കും പ്രൈവറ്റ് കമ്പനീസിലേക്കും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫാമിലി ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കൾച്ചർ കണ്ടുവരുന്നുണ്ട്. സാർ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല, ചിന്തിക്കുന്നേ ഇല്ല? അതിന് എനിക്കൊരു ഭാഗ്യം കിട്ടിയത് അതറിയാതെ വന്നു ചേർന്നതാണ്. ഞാൻ ആദ്യം V-Guard തുടങ്ങി, പിന്നെ ഓഫ് കോഴ്സ് ഇപ്പോഴത്തെ വണ്ടർല തുടങ്ങി. എനിക്കാണെങ്കിൽ 2 ആൺമക്കളായിരുന്നു. ഇപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ 3 ഫാമിലികളാണ് നിങ്ങൾ. ഞാനും ഷീലയും ഒരു ഫാമിലി, മിഥുനും വൈഫൊക്കെ ആയിട്ട് വേറെ ഫാമിലി, അരുണും വേറെ ഫാമിലിയാണ്. അപ്പോൾ അവിടെ വേറെ മറ്റേ അതേസമയം TVS ഒക്കെ ഇപ്പോഴും അല്ലെങ്കിൽ മുത്തൂറ്റൊക്കെ ഇപ്പോഴും ആ എല്ലാം ഇങ്ങനെ 3rd ജനറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കസിൻസൊക്കെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നിൽക്കുക. ഇതിപ്പോൾ നിങ്ങളെല്ലാവരും ഇൻഡിപെൻഡൻ്റാണ്. തീർച്ചയായും. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് വേറെ എവിടെയും ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ അത് ഇതുകൊണ്ടും ആയിരിക്കില്ല സാറിന്റെ ലൈഫ്, സാറിന്റെ ബിസിനസ്സിൽ നിന്ന് തന്നെ വളരെ സോർട്ടഡ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നല്ല റിട്ടേൺസ് വരുന്നുണ്ട്, നല്ല ഇൻകം വരുന്നുണ്ട്. അപ്പോൾ മറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ചിന്തിക്കേണ്ടി ആവശ്യം വന്നില്ല. അപ്പോൾ അതിന്റെ ആവശ്യം ഉണ്ടായില്ല, നീഡില്ലാതെ. അതായത് ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ്, അതായത് ഓക്കെ എൻ്റെ അടുത്ത് 10 കോടി രൂപ സർപ്ലസ് ഉണ്ട്, അത് ഞാൻ എവിടെ ഇട്ടാലായിരിക്കും അത് 15 കോടി ആക്കാൻ പറ്റുക. ഞാനങ്ങനെ ചിന്തിക്കാറേ ഇല്ല. എനിക്കതിൻ്റെ അതിനകത്ത് എനിക്കൊരു ത്രില്ല് തോന്നുന്നുമില്ല. അതാണ് സത്യം. ഒരു സാധാരണക്കാരന് ശരിക്കും പക്ഷെ ചിന്തിക്കേണ്ടതില്ലേ? അതായത് ഒരു 30,000 50,000 സാലറി കിട്ടുന്ന, 1,00,000 രൂപ സാലറി കിട്ടുന്ന, 70,000 രൂപ 50,000 രൂപ ചെലവുകളുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, പണം എന്ന് പറഞ്ഞാൽ അത് സ്കേഴ്സാണ്. അതായത് അത് സൂക്ഷിച്ച് ഉപയോഗിക്കാവൂ. സാധിക്കുമെങ്കിൽ ലീഗലായിട്ടുള്ള വേ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. അതിനൊക്കെ എല്ലാ അറ്റംപ്റ്റും നടത്തണം. അത് എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേസമയം നേരത്തെ പറഞ്ഞ മാതിരി അതിനുണ്ടല്ലോ മ്യൂച്വൽ ഫണ്ടായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എടുക്കണമെങ്കിൽ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു വിരോധമില്ല. പക്ഷേ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകണം. അതിന് ആ കമ്പനിയെ പറ്റി സ്റ്റഡി ചെയ്യണം, കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനെ പറ്റി സ്റ്റഡി ചെയ്യണം. എന്താണ് വെറും ഫ്ലൈ ബൈ നൈറ്റ് ആയിട്ടുള്ളവരും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? തീർച്ചയായും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ അതിശക്തം പോഡ്കാസ്റ്റ് നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം സാറുമായിട്ട്. വെരി ഗുഡ്. ഇത്ര അധികം സമയം നമുക്ക് മാറ്റിവെച്ച് തന്നതിന് വളരെ നന്ദിയുണ്ട്. സാറിൻ്റെ ഇത്രയും അധികം ഓൾറെഡി ഇൻ്റർവ്യൂസും വീഡിയോസും ഉണ്ട്. എല്ലാം ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് ഒക്കെയാണ്. അപ്പോൾ അത്രയും ഇൻഫർമേഷൻ ഓൾറെഡി ഔട്ട് ദെയർ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു എങ്ങനെ ഇത് വ്യത്യസ്തമാക്കാം. അല്ലെങ്കിലും നമ്മൾ അതിശക്തം പോഡ്കാസ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്, ഡെപ്തിലേക്ക് പോയി ഒരു വലിയൊരു വ്യക്തിത്വം മുന്നിൽ കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ പിക്ക് ചെയ്ത് അതിൽ നിന്ന് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ലെസൺസ് എടുക്കണം എന്നാണ്. അപ്പോൾ ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു അതൊരു വലിയ പരിധി വരെ നടന്നിട്ടുണ്ട് എന്നുള്ളതും കണ്ടവർക്ക് കാണുന്നവർക്ക് അത് വാല്യുബിൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സമയം തന്നതിന് വളരെയധികം നന്ദിയുണ്ട് സാർ. മുന്നിലേക്ക് ഞാൻ ഇത്രയും സമയം ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. കാരണം പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് റിക്കളക്ട് ചെയ്യാൻ പറ്റി, പിന്നെ ഇതുവരെ ഒരു ഡിബേറ്റ് ചെയ്യാൻ പറ്റി. നല്ല കാര്യം. പിന്നെ ഇതൊക്കെ കേട്ടിട്ട് ആർക്കെങ്കിലും ഗുണം കിട്ടിയാൽ നല്ല കാര്യം കിട്ടും. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ എന്തായാലും മുന്നിലേക്ക് നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ലുക്കിംഗ് ഫോർവേഡ്. വീഗാലാൻഡ് ഹോംസിൻ്റെ ഗ്രോത്ത് ജേണി ആയിരിക്കും ഇനി നമ്മൾ പുറത്തു നിന്ന് വാച്ച് ചെയ്യുക. പക്ഷേ എന്തായാലും താങ്കളൊരു വളരെ വലിയൊരു പുസ്തകമാണ്. കുറച്ചെങ്കിലും നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റട്ടെ എന്നും ഇനിയും പഠിക്കാൻ റിസോഴ്സസ് ഉണ്ടാക്കാൻ പറ്റട്ടെ എന്നും പ്രതീക്ഷിക്കാം. ഇല്ല, ഞാൻ പലരോടും പറയാറുണ്ട് ഞാൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കിടക്കുന്ന ആളാണ്. 75, ഞാൻ 70 ഞാൻ ഒരു ടാർഗറ്റ് വെച്ചത്. എന്നിട്ട് ഞാനൊരു ലിവിങ് വില്ലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം ഇഞ്ചറികളൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം. താങ്ക് യു.